പ്രൈസ് ദ ലോർഡ്. അരോമ ടിവിയിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തില് വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരവുമായ ജീവിതത്തിലെ വ്യത്യസ്ത നല്ല അനുഭവങ്ങൾ, ഓർമ്മകൾ, സാക്ഷ്യങ്ങൾ, ചിന്തകൾ നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കുന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഇന്ന് അരോമ ടിവിയിലെ പ്രേക്ഷകരോടൊപ്പം സമയം ചിലവഴിക്കുന്നതിന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് കർത്താവിന്റെ ദാസി ഡോക്ടർ അനു കന്നത്ത് ജർമ്മനിയിൽ നിന്ന് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. കർത്താവിന്റെ ദാസി തന്റെ ജീവിതത്തിലെ നല്ല അനുഭവങ്ങൾ, നല്ല ഓർമ്മകൾ, കർത്താവിന്റെ സ്നേഹത്തെക്കുറിച്ച് നമ്മോട് പങ്കുവയ്ക്കുമ്പോൾ നമുക്ക് ഏവർക്കും വളരെ ശ്രദ്ധയോടെ കേൾക്കാം. എനിക്കറിയാം ഈ സാക്ഷ്യം നിങ്ങളുടെ ജീവിതത്തില് നല്ല നിലയിൽ നിങ്ങളെ സ്വാധീനിക്കുവാനിടയായി തീരും. അത് നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവിന്റെ സെൽ കൂടുതൽ എടുക്കുന്നതിന് മുഖാന്തരമായി തീരുമെന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല. ആയാൽ നമുക്ക് അവർക്ക് ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ കർത്താവിന്റെ ദാസി ഡോക്ടർ അനു കന്നത്തിനെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടിവിയിലെ പ്രേക്ഷകരോടൊപ്പം സമയം ചിലവഴിക്കുന്നതിന് ഞങ്ങൾ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പ്രൈസ് ലോർഡ്. പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ് പാസ്റ്റർ. കർത്താവിന്റെ ദാസിയെ അരോമ ടിവിയിലെ പ്രേക്ഷകരോടൊപ്പം പരിചയപ്പെടുത്താൻ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഒന്ന് പരിചയപ്പെടുത്താമോ? എവിടെ നിന്ന് ജോയിൻ ചെയ്ത് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, എങ്കിലും വീട്ടിൽ ആരൊക്കെയുണ്ട്? കർത്താവിന്റെ ദാസി ഒന്ന് പരിചയപ്പെടുത്താമോ? എന്റെ പേര് അനു കെന്നത്ത് എന്നാണ്. ഫസ്റ്റ് ഓഫ് ഓൾ, ഈ അരോമ ടിവിയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വേഗം വരുന്ന ക്രിസ്തയേശുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. എന്റെ പേര് അനു കെന്നത്ത് എന്നാണ്. ഒഫീഷ്യൽ നെയിം അനുശ്രീ എന്നാണ്. നാട്ടില് കേരളത്തില് കൊല്ലമാണ് സ്ഥലം. ഇവിടെ ഞങ്ങളിപ്പോൾ കുടുംബമായി ജർമ്മനിയിലായിട്ട് 10 വർഷമായിരിക്കുന്നു. ഇവിടെ ഹസ്ബൻഡ്, 3 കുഞ്ഞുങ്ങള്. മോൻ 2ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഇളയത് 2 പെൺകുട്ടികളാണ്. അവർ കിൻഡർ ഗാർഡനിൽ പോകുന്നു. ആമേൻ, ആമേൻ. കർത്താവിന്റെ ദാസിയെ പരിചയപ്പെടുത്തിയാൽ വളരെ സന്തോഷമുണ്ട്. വളരെ അനുഭവ സമ്പത്തുള്ള ഈ ജീവിതത്തില് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്ന നല്ല ഓർമ്മകൾ, നല്ല അനുഭവങ്ങൾ തുടർമാനമായ അരോമ ടിവിയിലെ പ്രേക്ഷകരോടൊപ്പം കർത്താവിന്റെ ദാസിക്ക് സംസാരിക്കാം. ആമേൻ. ഞാൻ മുൻപ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എൻ്റെ പേര് അനു കന്നത്ത് എന്നാണ്. 1990 കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര എന്ന് പറയുന്ന സ്ഥലത്തെ ഓടനാവട്ടം എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിനകത്ത് അർജുനൻ ബീന ദമ്പതികളുടെ മൂത്ത മകളായി 1990 മെയ് മാസം ജനിപ്പാൻ അവസരമുണ്ടായി. അതിനകത്ത് എടുത്തു പറയേണ്ടത്, ഞാനൊരു ഹൈന്ദവ കുടുംബത്തിലാണ് ജനിക്കപ്പെട്ടത്. അച്ഛന്റെ പേര് അർജുനൻ. താൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലെ ഒരു ഉദ്യോഗസ്ഥനാണ്. അവിടെ നിന്ന് ഇപ്പോൾ റിട്ടയർഡ് ആയി. അമ്മ ഞങ്ങൾ 2 കുഞ്ഞുങ്ങളെ നോക്കുന്ന തന്നെ വലിയ ജോലിയാന്ന് കണ്ടപ്പോൾ പിന്നെ അമ്മ അത് തന്നെ ഒരു ജോലിയായിട്ട് തിരഞ്ഞെടുത്തു. എനിക്കൊരു ബ്രദറാണുള്ളത്, അഭിമന്യു. താനിപ്പോൾ കർത്താവിന്റെ വേലയിലായിരിക്കുന്നു, പാസ്റ്ററാണ്. ഞങ്ങൾ 4 പേരും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഹൈന്ദവ കുടുംബത്തിലാണ് ജനിച്ചതും വളർന്നതും ഒക്കെ. അതുകൊണ്ട് തന്നെ ചെറുപ്പകാലം മുതലേ കണ്ടു വളരുന്നതും അതിന്റെ ഭാഗവാക്കാകുന്നതും എല്ലാം ഹൈന്ദവ ആചാരപ്രകാരമുള്ള ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും തന്നെയാണ്. ഞാൻ തുടങ്ങാൻ ആഗ്രഹിക്കുന്നത് അമ്മയെ വിവാഹം കഴിക്കുന്നതിന് മുൻപ് തന്നെ അച്ഛനുണ്ടായ ഒരു അനുഭവത്തെ കുറിച്ചാണ്. ഈ ഒഴിവ് ദിവസങ്ങളിലൊക്കെ ചില ഈവനിങ് ഒക്കെ അച്ഛൻ ഒരുപാട് കൂട്ടുകാരുണ്ട്. അച്ഛൻ പാർട്ടി പ്രവർത്തനങ്ങളൊക്കെ വലിയ സജീവമാണ്. അതുകൊണ്ട് തന്നെ കേൾക്കുന്നവർക്കറിയാം, ഒരു ഗ്രാമപ്രദേശത്ത് ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടാകും. അവരെല്ലാവരും കൂടെ ഈ ഒരു റൂമൊക്കെ എടുത്ത് ഈവനിങ് സമയത്ത് ചീട്ട് കളിക്കാനും തമാശ പറയാനും ഒക്കെ ഒഴിവ് സമയങ്ങൾ അങ്ങനെ ചെലവഴിക്കാറുണ്ട്. അങ്ങനെ ഒരു ദിവസം അവരൊരു റൂം എടുത്ത് ഇങ്ങനെ ചീട്ട് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ തൊട്ടപ്പുറത്തെ റൂമിൽ ഒരു ഗോസ്പൽ ടീം എന്ന് തന്നെ ആ ടീമിന്റെ പേരും, കുറെ ദൈവദാസന്മാർ ഈ ദേശത്തൊക്കെ നടന്ന് പ്രാർത്ഥിച്ച് ഇവരെടുത്ത റൂമിന്റെ തൊട്ടപ്പുറത്തെ റൂമിൽ വന്നിരുന്ന് പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും പാട്ടുപാടുകയും ഒക്കെ ചെയ്യുമ്പോൾ അത് ഇവരിങ്ങനെ ശ്രദ്ധിക്കാനിടയായി. ശ്രദ്ധിച്ചത് വേറൊന്നുമല്ല, അവരാ പറയുന്ന വാക്കുകൾക്കകത്ത് ഏതെങ്കിലും ഒക്കെ പിടിച്ച് അവരെ കളിയാക്കുക, അവരെ പരിഹസിക്കുക, അവർ വിശ്വസിക്കുന്ന ദൈവത്തെ എങ്ങനെ താഴ്ത്താം, ഇതൊക്കെയാണ് ഇവരുടെ ചിന്തകളും. അങ്ങനെ കുറേ ദിവസം ഇതിങ്ങനെ ആയപ്പോൾ ഇവർക്ക് ഇത് ഭയങ്കരമായി ഡിസ്റ്റർബൻസ് ആകുകയും അങ്ങനെ ഒരു ദിവസം ഈ കോറം തെളിയാതിരുന്ന സമയത്ത് അച്ഛൻ ആ റൂമിലോട്ട് കയറി, നിങ്ങളുടെ ദൈവം ആരാ, നിങ്ങളുടെ ദൈവം എന്തുവാ, ഇങ്ങനെയൊക്കെ ചോദിക്കുകയും, കാരണം നമ്മൾ വിശ്വസിക്കുന്ന വിശ്വാസമാണ് ഏറ്റവും വലിയ വിശ്വാസം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു ദൈവത്തെക്കുറിച്ച് പാടുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നത് കേൾക്കുന്നത് തന്നെ നമുക്കൊരു അരോചകമാണ്. അപ്പോൾ അവരെ കുറെ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് തന്നെയാ പോയത്, പരീക്ഷിക്കാനായി കുറെ ചോദ്യങ്ങൾ ചോദിക്കാനായിട്ട് പോയി. പക്ഷേ ആ ദൈവദാസന്മാർ അതൊക്കെ കേട്ട് ശാന്തമായി ഈ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുകയും യേശുക്രിസ്തു ആരാണെന്ന് പറയുകയും ഒത്തിരി കാര്യങ്ങൾ, ബൈബിളിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. മാനവജാതിക്ക് വേണ്ടി ഈ ദൈവം എന്താ ചെയ്തിരിക്കുന്നത്, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു. പക്ഷെ അതൊക്കെ കേട്ടിട്ട് തിരിച്ച് കൗണ്ടർ
പറഞ്ഞു എന്നുള്ളത് സത്യമാണെങ്കിലും ആ രാത്രികളൊക്കെ ഈ ദേവദാസന്മാർ പറഞ്ഞ വാക്കുകൾ പിന്നെയും തന്നോട് ആരോ പറയുന്നതായിട്ട് അച്ഛൻ ഇങ്ങനെ തോന്നി. അപ്പൊ തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് ഈ ദൈവമാണോ ഇനി സത്യം, അങ്ങനെയൊക്കെയുള്ള സംശയങ്ങൾ തോന്നി. പക്ഷേ അതൊരു സംശയമായി മാത്രം ഉള്ളിൽ കിടന്നു. എവിടെയോ യേശുവിനോട് എന്തോ അതൊരു സ്പാർക്ക് പോലെ മാത്രം ഉള്ളിൽ കിടന്നു. പക്ഷെ പിന്നീട് അതിനെക്കുറിച്ച് അന്വേഷിക്കാനോ എന്തുവാ സത്യമെന്ന് തിരക്കി പിടിക്കാനോ, കാരണം ഇന്നത്തെ പോലത്തെ സോഴ്സുകളൊന്നും വന്നില്ലല്ലോ. നമ്മളെ പോലത്തെ ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയയിലൊക്കെ ആണെങ്കിൽ ഇന്ന് കയറുമ്പോൾ നമുക്ക് ഒത്തിരി പ്രസംഗങ്ങളാണെങ്കിലും കർത്തൃദാസന്മാരാണെങ്കിലും അങ്ങനത്തെ അവൈലബിലിറ്റി ആണെന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു ചർച്ചുമായിട്ടുള്ള പരിചയം, നമുക്ക് നമ്മുടെ ക്ഷേത്രം, നമ്മുടെ ബന്ധുക്കൾ, നമ്മുടെ ആ ഒരു സാഹചര്യം അത്രയൊക്കെ തന്നെയേ ഉള്ളൂ. അതുകൊണ്ട് അത് ഉള്ളിൽ തന്നെ കിടന്നു. അച്ഛനമ്മയെ ഹൈന്ദവ പ്രകാരം എല്ലാ കാര്യങ്ങളും, ജ്യോതിഷവും കാര്യങ്ങളും എല്ലാം നോക്കി, ജാതകം എല്ലാം നോക്കി, പൊരുത്തം എല്ലാം നോക്കി അവർ വിവാഹിതരായി. അത് കഴിഞ്ഞിട്ട് എൻ്റെ അമ്മയാണെങ്കിൽ അച്ഛനേക്കാൾ ഭയങ്കര ഭക്തിയാണ്. ആഴ്ച 7 ദിവസം ഉണ്ടെങ്കിൽ 5 ദിവസവും വ്രതം, അങ്ങനത്തെ കാര്യങ്ങളായിട്ടൊക്കെ തന്നെയാണ് മുൻപോട്ട് പോയത്. ക്ഷേത്രം കാര്യങ്ങളായിട്ടൊക്കെ തന്നെ മുൻപോട്ട് പോയി. ഞങ്ങൾ 2 കുഞ്ഞുങ്ങളുണ്ടായി. ഞങ്ങളും ജനിച്ച നാൾ മുതൽ ഇത് തന്നെയാണ് കാണുന്നത്. ഇതിന്റെ പ്രാധാന്യത, ഈ ഒരു മതവിശ്വാസത്തിന്റെ കാര്യങ്ങളെല്ലാം പഠിപ്പിച്ച് മുൻപോട്ട് പോയി. പക്ഷേ കുറച്ചു നാൾ കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിച്ച മറ്റൊരു സംഭവം ഉണ്ടായത് ഞങ്ങളുടെ ഭവനപ്പണിയാണ്. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ഈ ഭവനപ്പണിയുടെ സമയത്ത് ഈ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്കറിയാം, നമ്മൾ എന്ത് കാര്യം ചെയ്യുന്നതിന് മുൻപും നമ്മൾ ആദ്യം അതിന്റെ സമയം നോക്കും, സമയം കുറിക്കും, അതിന്റെ പൂജകൾ ചെയ്യും, അതിന്റെ കാര്യങ്ങൾ ചെയ്യും. അതെല്ലാം ചെയ്തുകൊണ്ട് ഒരു ഭവനപ്പണിക്കുള്ള അടിസ്ഥാനം ഇടാൻ ഇടയായി. പക്ഷേ ഈ ഭവനപ്പണിയുടെ അടിസ്ഥാനം ഇടാൻ ആ ഒരു സമയത്ത് തന്നെ വന്നുകൊണ്ടിരുന്ന അനർത്ഥങ്ങൾ, അതുവരെ ഞങ്ങൾക്ക് അനർത്ഥങ്ങൾ എന്താണെന്നറിയില്ല, അല്ലെങ്കിൽ ഒരു വിഷമം എന്താണെന്നറിയില്ല. എല്ലാവരും ഭയങ്കര സന്തോഷത്തോടെ മുൻപോട്ട് പോകുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഞങ്ങളുടെ ദേശത്ത് കൂടുതലും ഞങ്ങളുടെ റിലേറ്റീവ്സ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഒരു കൂട്ടുകുടുംബം പോലെ തന്നെ മുൻപോട്ട് പോയെന്ന് പറഞ്ഞാലും അതിനകത്ത് തെറ്റില്ല. പക്ഷേ ഈ ഭവനപ്പണിയുടെ അടിസ്ഥാനം ഇടുന്ന ആ സമയത്ത് ആദ്യം കണ്ടു തുടങ്ങിയത് തന്നെ ഒരു മരണമാണ്. ഈ വീട് പണിയാൻ വന്ന ട്രിവാൻഡ്രത്ത് നിന്നാണെന്നാണ് എൻ്റെ ഓർമ്മ. ട്രിവാൻഡ്രത്ത് നിന്ന് കുറെ പണിക്കാർ വരികയും അതിനകത്ത് ഒരു യൗവനക്കാരനായ ചെറുപ്പക്കാരൻ ഈ ഭവനപ്പണിയുടെ കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഞങ്ങളുടെ വീടിന്റെ മുറ്റത്ത് കുഴഞ്ഞു വീണ് മരിക്കാനിടയായി. ഒരു രാത്രി മുഴുവൻ ഞങ്ങൾ ആ ഡെഡ് ബോഡിക്ക് കാവലിരിക്കേണ്ടി വന്നു. ഈ മരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊരു ഒരു ദുഷ്കാലത്തിന്റെ സൂചനയാണ്. ഈ മരണം നല്ല ഒരു കാര്യമല്ല. കാരണം നല്ലൊരു കാര്യം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ കാണുന്ന ഒരു മരണം എന്ന് പറയുന്നത് അതൊരിക്കലും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അപ്പോൾ കുറച്ചു നാള് ഭവനപ്പണി നിർത്തിവെക്കേണ്ടതായിട്ട് വന്നു. പിന്നെയും അമ്പലങ്ങളിൽ പോകുകയും പൂജകൾ ചെയ്യുകയും കർമ്മങ്ങൾ ചെയ്യും. അങ്ങനെ വീട് പണി തുടർന്നു കൊണ്ടിരുന്നു. പക്ഷെ ഈ വീട് പണിയുടെ ഓരോ സമയത്തും ഞങ്ങളുടെ വീട്ടിലുള്ള മൃഗസമ്പത്തുകൾ, ഒരുപാട് മൃഗങ്ങളുണ്ട്, ഒരുപാട് പശുക്കളുണ്ട്, അതെല്ലാം ഒന്നൊന്നായിട്ട് ചത്തൊടുങ്ങി. അല്പസ്വല്പ സാമ്പത്തിക നഷ്ടങ്ങൾ വരാൻ തുടങ്ങി. എങ്കിലും എങ്ങനെയെങ്കിലും ഒക്കെ ഇത് പൂർത്തീകരിച്ചു. പക്ഷെ അപ്പോൾ തന്നെ സംസാരങ്ങൾ വന്നു തുടങ്ങി. ഇതെന്തൊക്കെയോ ശാപം പിടിച്ച വസ്തുവാണ്, ഇതിനകത്ത് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. നമ്മൾ അങ്ങനെയാണല്ലോ, ഏതെങ്കിലും ഒരു കാര്യം പറയുമ്പോഴേ ഉടനെ അതിന്റെ നെഗറ്റീവ് സൈഡുകളാണ് എല്ലാവരും ആദ്യം പറയുകയും ചിന്തിക്കുകയും ചെയ്യുന്നത്. ഞങ്ങളുടെ ഹൃദയത്തിലും അതിന്റെ സംശയങ്ങൾ നിഴലടിച്ചു. പക്ഷെ എങ്കിലും അത് അന്നത്തെ വിശ്വാസത്തോടെ മുൻപോട്ട് അതിനെ പൂർത്തീകരിച്ചു. അങ്ങനെ ഏകദേശം അതിന്റെ ടോപ്പ് ഒക്കെ ആകാൻ സമയത്ത് എൻ്റെ അച്ഛന്റെ പെങ്ങടെ മോൻ, അവര് തൊട്ടടുത്ത് തന്നെയാ താമസിക്കുന്നത്, ചേട്ടൻ അതിന്റെ മുകളിൽ എന്തോ ആയി, ജോലിയൊക്കെ എവിടം വരെ ആയെന്ന് നോക്കാൻ കയറുകയും സിമന്റ് ഇങ്ങനെ കെട്ടിയിരിക്കുന്ന ഒരു ഭാഗം ഉണ്ടായിരുന്നു, അതിനകത്ത് വെക്കുകയും അതെല്ലാം കൂടെ ഇടിഞ്ഞു പൊളിഞ്ഞ് തറയിൽ വീഴുകയും ചെയ്തു. അതാണ് ഞങ്ങളെ ഈ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാൻ മുഖാന്തരമായ സംഭവം. അത് മാത്രമാണ്. ആ ചേട്ടനെ ഒത്തിരി സാഹചര്യം എന്ന് പറയുന്നത് ഭയങ്കര മോശമായിരുന്നു. കാരണം അത് അതേപോലെ ആയിപ്പോയി. ശരീരമല്ല എല്ലാം കൂടെ വാരി എടുത്തുകൊണ്ട് മെഡിക്കൽ കോളേജിലേക്ക് പോയി. വീട്ടിലെ ആണുങ്ങളെല്ലാം മെഡിക്കൽ കോളേജിൽ പോയി. എൻ്റെ അമ്മയും അച്ഛമ്മയും ഞങ്ങൾ 2 കുഞ്ഞുങ്ങളും മാത്രം വീട്ടിനകത്ത് ആയിരിക്കുക. അപ്പൊ രാത്രി എന്തുവാ ഏതാ എന്ന് വിളിച്ചു ചോദിക്കാൻ ഫോൺ പോലും ഇല്ല. അവിടെ നിന്ന് ആരെങ്കിലും വരണം അവിടുത്തെ വിവരം എന്തോന്ന് അറിയണമെങ്കിൽ. അങ്ങനെ അവിടെ കൊണ്ടുപോയ കുറച്ചു പേർ അന്ന് രാത്രി തിരിച്ചു വരികയും ചേട്ടൻ രക്ഷപ്പെടാൻ സാധ്യതയില്ല എന്നൊരു വാക്ക് പറയുകയും ചെയ്തു. അതെന്റെ അമ്മയെ വല്ലാതെ പിടിച്ചു കുലുക്കി. കാരണം ചേട്ടൻ രക്ഷപ്പെട്ടില്ലെങ്കിൽ
പിന്നെ ഞങ്ങൾക്ക് സമാധാനത്തോടെ ജീവിക്കാൻ പറ്റത്തില്ല. കാരണം ഞങ്ങളുടെ വീട്ടിൽ വെച്ച് നടന്ന ഒരു അനർത്ഥമാണ്. അതും അന്ന് ചേട്ടന് പ്രായം നന്നേ കുറവാണ്. 10-22 വയസ്സോ മറ്റേ കാണത്തുള്ളൂ. ആ ഒരു സമയത്തുണ്ടാകുന്ന മരണം ഒന്നും നമുക്ക് ചിന്തിക്കാനേ പറ്റത്തില്ല. അതും കണ്ടിന്യൂസ് ആയി ഈ അനർത്ഥങ്ങൾ കണ്ടുവരുന്നത് കൊണ്ട് തന്നെ അന്ന് രാത്രി എൻ്റെ അമ്മ അവിടെ നിന്ന് ഇനി അടുത്ത ഒരു ന്യൂസ് വരുന്നതിന് മുൻപ് തന്നെ ഞാൻ ആത്മഹത്യ ചെയ്യുകയാണെന്ന് ഹൃദയത്തിൽ ഡിസൈഡ് ചെയ്തു. അങ്ങനെ തന്റെ ഹൃദയത്തെ മരണത്തിന്റെ ആത്മഹത്യയുടെ ചിന്ത വല്ലാതെ പിടിച്ചു മുറുക്കിക്കൊണ്ടിരുന്ന സമയത്താണ് ഇപ്പൊ ഞങ്ങളുടെ ദേശത്തിന്റെ പ്രത്യേകത ഇന്നും അങ്ങനെ തന്നെയാണ് കേട്ടോ. അവിടുത്തെ പരുത്തിയറ എന്ന് പറയുന്ന ദേശമാണ് ഞങ്ങളുടെ ദേശം. ഈ ദേശത്തില് ഒരു റോഡിന്റെ ഇപ്പുറത്തെ സൈഡില് മുഴുവൻ ഹൈന്ദവരും അപ്പുറത്തെ സൈഡിൽ കൂടുതലും ക്രൈസ്തവരുമാണ് താമസിക്കുന്നത്. പക്ഷേ ഭയങ്കര അറ്റാച്ച്മെന്റ് ആണ്. ഒരു ഓണം വന്നാൽ ഒരുമിച്ച് ആഘോഷിക്കും, ഒരു ക്രിസ്മസ് വന്നാൽ ഒരുമിച്ച് ആഘോഷിക്കും. ഭയങ്കര സൗഹൃദമായ നാട്ടുകാരാണ്. അപ്പൊ എപ്പോഴും ഈ ക്രിസ്ത്യൻ ഭവനങ്ങളിൽ നിന്ന് നമുക്കിങ്ങനെ പ്രാർത്ഥനകൾ കേൾക്കും. പക്ഷെ ഞങ്ങളത് ശ്രദ്ധിക്കാറില്ല. അത് അവരുടെ മതത്തിന്റെ ഭാഗമായിട്ട് അതങ്ങനെ പോവും. ഞങ്ങളുടെ ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ അവരും വന്ന് സഹകരിക്കും, അങ്ങനെയൊക്കെയാണ്. പക്ഷേ അന്ന് രാത്രി ഒരു ക്രിസ്ത്യൻ ഭവനത്തിന് തൊട്ടടുത്ത് ഞങ്ങളുടെ ക്രിസ്ത്യൻ ഭവനാങ്കണത്തിൽ നടന്ന ഒരു പ്രാർത്ഥന ഈ രാത്രി, അതായത് ചേട്ടനെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകുകയും അമ്മ മരണത്തെ പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ആ രാത്രിയില് അവിടെ ഒരു ഉപദേശി വന്ന് നടത്തുന്ന ഒരു പ്രാർത്ഥന. ആ പ്രാർത്ഥനയില് ഇവര് ദൈവനിയോഗ പ്രകാരം പ്രാർത്ഥിച്ചൊക്കെ ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു പാട്ട് പാടി. ആ പാട്ട് കരുതുന്നവൻ ഞാനല്ലയോ, കലങ്ങുന്നത് എന്തിനു നീ, കണ്ണുനീരിന്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. ഈ പാട്ട് നമുക്ക് കേൾക്കാൻ പറ്റും, കാരണം തൊട്ടപ്പുറത്താണ്. അപ്പൊ നമ്മൾ വീടിന്റെ മുറ്റത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. ഈ പാട്ട് ഇങ്ങനെ കേൾക്കുകയും ആദ്യം ഒന്നും ശ്രദ്ധിച്ചില്ല. പക്ഷെ അമ്മയ്ക്ക് ഇങ്ങനെ മരിക്കണം. അപ്പൊ ഒരു കിണറിന്റെ തൊട്ടടുത്ത് കിണറും കൂടിയാണ്. അപ്പൊ കിണറിൽ ചാടി മരിക്കാൻ ആയിരിക്കാം അമ്മയുടെ കൂടുതലും. അപ്പോഴാണ് ഈ പാട്ട് കേൾക്കുന്നത്. അപ്പൊ ഈ പാട്ടിന്റെ വരികള് നിങ്ങൾക്കറിയാം, ഒരു കൊച്ചു കുഞ്ഞിന് പോലും മനസ്സിലാകുന്നത് പോലെ അതിന്റെ ലിറിക്സ് എഴുതി വെക്കുന്നത്. കരുതുന്നവൻ ഞാനല്ലയോ, കലങ്ങുന്നത് എന്തിനു നീ. അപ്പൊ അമ്മ സ്വയം ഹൃദയത്തെ ചോദിച്ചു, കരുതുന്ന ഒരു ദൈവം ഉണ്ടോ? കലങ്ങണ്ട എന്ന് പറയുന്ന ഒരു ദൈവം ഉണ്ടോ? കണ്ണുനീരിന്റെ താഴ്വരയിൽ കൂടെ കടന്നു പോകുമ്പോൾ കൈവിടാത്ത ഒരു ദൈവം ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ ആ ദൈവം ഏതാ? ഞങ്ങൾ വിശ്വസിച്ചിരുന്ന ദൈവങ്ങൾക്കകത്ത് സംസാരിക്കുന്ന, നമ്മൾ കരയുമ്പോൾ കരം കൊണ്ട് ഒപ്പുന്ന ഒരു ദൈവത്തെ ഞങ്ങൾക്ക് ഇതുവരെ അറിയത്തില്ല. അങ്ങനെ അമ്മ പാട്ട് കേൾക്കുന്ന ഡയറക്ഷനിലേക്ക് ഒന്നും ചിന്തിച്ചില്ല, പെട്ടെന്ന് ഓടുകയായിരുന്നു. ആരാണ് അമ്മയെ ഓടിപ്പിച്ചതെന്ന് അമ്മയ്ക്ക് അറിയത്തില്ല. സാധാരണഗതിയിൽ അവരുടെ പ്രാർത്ഥനയ്ക്കകത്ത് പോകാനോ ആ ഒരു ഇതിനകത്ത് ഭാഗവാക്കാകാനോ ഞങ്ങൾക്ക് പറ്റത്തില്ല. കാരണം ആരെങ്കിലും നമ്മുടെ വീട്ടിനകത്ത് സുവിശേഷം പറയാൻ വന്നാൽ നമ്മൾ അവരെ കേറ്റത്തില്ല. അത്രയും ചരിത്രമുള്ള ഒരു കുടുംബമാണ് നമ്മുടേത്. അപ്പം ഈ അമ്മ സ്തോത്രം അങ്ങോട്ട് പോകുകയും ഓടിപ്പോകുകയും. അപ്പൊ ഒരുപാട് ആൾക്കാർ അവിടെ വീട്ടിന്റെ മുറ്റത്ത്, അതൊരു കുഞ്ഞു ഓപ്പൺ എയർ മീറ്റിംഗ് ആണ്. ഇന്നത്തെ പോലത്തെ സൗകര്യങ്ങളൊന്നും ഇല്ല. ഒരു രണ്ട വെളിച്ചത്തിൽ കുറെ പാവപ്പെട്ട ദൈവമക്കൾ വന്നിരുന്ന് പാടി ആരാധിക്കുക. അപ്പൊ ശക്തമായി തമ്പേറോ കാര്യങ്ങളൊന്നും ഇല്ല. ഇവര് കരം പഠിച്ച് ഉറക്കി ഇവര് ശബ്ദത്തിൽ പാടുകയാണ്. അപ്പൊ ആ വീട്ടിന്റെ ഏറ്റവും ബാക്ക് വശത്ത് ഒരു വാഴയാണ്. ഈ ക്രിസ്ത്യൻ വീട്ടിന്റെ മുറ്റത്ത് ഏറ്റവും ബാക്ക് വശത്ത് ഒരു വാഴ. അമ്മ ചെന്നത് ആരും കാണരുതെന്നൊരു ഉദ്ദേശം അമ്മയ്ക്കുണ്ട്. പക്ഷെ അമ്മയ്ക്ക് അറിയണം, ഇങ്ങനെ കരുതുന്ന ഒരു ദൈവം ഉണ്ടെങ്കിൽ, സമാധാനം തരാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒന്നറിയണം. ഈ വാഴയുടെ ചുവട്ടിൽ അമ്മ പോയി ഇങ്ങനെ ഒളിച്ചിരുന്നു. എന്നിട്ട് ഇവർ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, പാട്ട്, ഇതൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് ഒളിച്ചിരുന്നു. പെട്ടെന്ന് അമ്മയ്ക്ക് കണ്ണടച്ച് കരയാൻ തോന്നി. പെട്ടെന്ന് അമ്മ പറഞ്ഞത്, 2 കൈയുണ്ട്, 2 കാലുണ്ട്, മുഖം തേജസ്സിനാൽ വ്യക്തമല്ല, തേജസ്സിനെ വാരി ചുറ്റി ഒരു മനുഷ്യന്റെ രൂപത്തിൽ തന്നെ ഒരു വ്യക്തി അന്ന് രാത്രി ആ വാഴയുടെ ചുവട്ടിൽ ഇറങ്ങുകയും അമ്മയുടെ കണ്ണിൽ നിന്നൊഴുകുന്ന കണ്ണുനീരിനെ തന്റെ 2 കരത്താൽ തുടച്ചു കളയുകയും താൻ മാത്രമാണ് ഇവരെ പാടിക്കൊണ്ടിരിക്കുന്ന ജീവിക്കുന്ന ദൈവമെന്ന് സ്വയം വെളിപ്പെടുത്തുകയും സ്വയം സംസാരിക്കുകയും ചെയ്തു. ഈ ദർശനം കാണുകയും അമ്മ തന്നെ അറിയാതെ ഈ വാഴയുടെ മറവിൽ നിന്ന് അമ്മ പുറത്തു വരികയും ഈ ജനക്കൂട്ടത്തിന്റെ നടുവിലൂടെ ഓടി ഫ്രണ്ടിലെത്തുകയും ചെയ്തു. അന്നേരമാണ് എല്ലാവരും അറിയുന്നത്. അന്നേരം എല്ലാവരും പരസ്പരം, അയ്യോ ഇത് ബീനി എന്താ ഇവിടെ? അത് ഭയങ്കര ഒരു ഞങ്ങളുടെ ദേശത്തിന്റെ മുമ്പിൽ വെച്ച് തന്നെ നടന്ന, എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒത്തിരി ആൾക്കാരുണ്ട്. പെട്ടെന്നാണ് അമ്മയും റിയലൈസ് ചെയ്യുന്നത്, ഞാൻ എന്താ ഇവിടെ. പക്ഷേ അമ്മയ്ക്ക് നിയന്ത്രിക്കാൻ പറ്റിയില്ല. അമ്മ യേശുവേ യേശുവേ എന്ന് മാത്രം. ആദ്യമായാണ് ആ പദം അമ്മ
നാവിനകത്തെടുക്കുന്നത്. അന്നേരം അമ്മ തന്നെ ഇതെങ്ങനെയാണ്, പക്ഷേ അന്ന് രാത്രി ഇതൊക്കെ നമുക്ക് പിന്നീട് ചിന്തിക്കുമ്പോൾ ഒരു കഥ പോലെ ഞങ്ങൾ ഇങ്ങനെ എനിക്ക് കുറെയൊക്കെ ഓർമ്മയുണ്ട് അമ്മ അങ്ങനെ പോയതും എടുത്തതും ഒക്കെ. പക്ഷെ ഞാൻ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ദൈവം ഒരുവനെ കണ്ടാൽ, കാലസ്ഥാപനത്തിന് മുമ്പ് ദൈവം ഒരുവനെ കണ്ടാൽ എങ്ങനെയും കർത്താവിന് ആ ദൈവത്തിന്റെ സമയത്ത് വേർതിരിക്കാൻ പറ്റും. അതൊരു പാട്ടിലൂടാണെങ്കിലും, ഒരു തുണ്ട് കഷ്ണം പേപ്പറിലൂടെ ആണെങ്കിലും, ഒരു വേദപുസ്തകത്തിലൂടെ ആണെങ്കിലും ഒരാൾ സുവിശേഷം പറയുന്നത് കർത്താവിനറിയാം. ഒരാൾ ഞങ്ങളോട് സുവിശേഷം പറഞ്ഞാൽ ഞങ്ങൾ കേൾക്കുകയില്ല. ഒരു ദൈവദാസം വന്നാൽ ഞങ്ങൾ വീട്ടിൽ കയറ്റത്തില്ല. അപ്പോൾ ദൈവത്തിനൊരു മുഖാന്തരം വേണം. അതിന് കർത്താവ് ഒരു പാട്ടിലൂടാണ് ഞങ്ങളെ തൊട്ടത്. അപ്പോൾ ഞാൻ കർത്താവ് തരുന്ന അവസരങ്ങളെല്ലാം ഞാൻ പറയും. ഈ പാടുന്ന കുട്ടികളോടൊക്കെ പറയും, ഇത്തിരി ശ്രുതിയും ലയോ ഒക്കെ പോയാൽ സാരമില്ല, അഭിഷേകത്തോടെ 2 വരി പാടിയാൽ അത് മതി ഒരു കുടുംബത്തെ പുറത്തെടുക്കാനായിട്ട്. ഹല്ലേലൂയ. ഞാൻ പിന്നെ എപ്പോഴും ആലോചിക്കുന്ന ഒരു കാര്യമുണ്ട് പാസ്റ്ററെ, കർത്താവിന്റെ ടൈമിങ്. ആ ഒരു ടൈമിൽ ആ പാട്ട് കേൾപ്പിച്ചില്ലെങ്കിൽ എന്റെ അമ്മ തീർച്ചയായിട്ടും മരിച്ചേനെ. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അമ്മ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളും ഇല്ല, ഞങ്ങളും സ്വാഭാവികമായിട്ടും അത് തന്നെ പിന്തുടർന്നേനെ. പക്ഷേ കർത്താവിന്റെ ടൈമിങ് സ്തോത്രം, ആ ഒരു കറക്റ്റ് ടൈമിൽ ദൈവം പ്രവർത്തിക്കും എന്നുള്ളതിന്റെ തെളിവ് കൂടിയാണ് ഞങ്ങൾ. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. അങ്ങനെ അന്ന് രാത്രി, ആ സംഭവബഹുലമായ രാത്രി, ഞങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിച്ച രാത്രി. ഹല്ലേലൂയ. സ്തോത്രം. തിരിച്ച് വീട്ടിലോട്ട് സമാധാനത്തോടെ വന്ന ഒരു അമ്മയാണ് സ്തോത്രം ഞങ്ങൾ കണ്ടത്. അന്ന് രാത്രി വളരെ സമാധാനത്തോടെ അമ്മയിരുന്നു. എന്തായാലും പിറ്റേന്ന് അച്ഛനൊക്കെ തിരിച്ച് മെഡിക്കൽ കോളേജിൽ വന്നപ്പോൾ ഒരു ഹോപ്പ് ഉണ്ട്, രക്ഷപ്പെടാൻ ഒരു സാധ്യതയുണ്ട് എന്നൊരു വാർത്ത. അന്നേരം അമ്മയ്ക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. അത് ഇന്നലെ രാത്രി കർത്താവ് ചെയ്തെടുത്ത ഒരു അത്ഭുതമാണ്. യേശുവിനെ കുറിച്ച് ഒന്നും അറിയില്ല. ആ പാട്ട് മാത്രമാണ് ആകെ അറിയാവുന്നത്. ആ പാട്ടിൽ പറഞ്ഞിരിക്കുന്ന 4 കാര്യങ്ങളെ അമ്മയ്ക്ക് ആകെ അറിയത്തുള്ളൂ. എങ്കിലും അമ്മ പൂർണ്ണമായി വിശ്വസിച്ചു. അറിയാവുന്നതുപോലൊക്കെ, പ്രാർത്ഥിക്കാൻ ഒന്നും അറിയുകയില്ല, എങ്കിലും അറിയാവുന്നതുപോലൊക്കെ കർത്താവിനോട് പ്രാർത്ഥിച്ചു. ചേട്ടന് ഒന്നും ജീവനോ പ്രാണനോ ഒന്നും പറ്റിയില്ല എന്നുള്ളത് സന്തോഷകരമായ ഒരു കാര്യം തന്നെയാണ്. കാലിന് അല്പം ഫ്രാക്ചർ ഉണ്ടായി. ഇപ്പൊ ചേട്ടൻ കല്യാണമൊക്കെ കഴിച്ച് കുഞ്ഞൊക്കെ ആയിട്ട് സുഖമായിട്ട് തന്നെയാണ് ജീവിക്കുന്നത്. വീടിന്റെ അടുത്ത് തന്നെയാണ് താമസിക്കുന്നത്. അങ്ങനെ വീട് പണി പൂർത്തീകരിക്കപ്പെടത്തില്ല എന്ന് പറഞ്ഞ വീട് പണി പൂർത്തീകരിക്കപ്പെട്ടു. പക്ഷേ ചർച്ചിലൊന്നും പോകാനോ ഉള്ള സാധ്യതയില്ല. അതിനുശേഷം ക്ഷേത്രത്തിലും പോകും, വീട്ടിനകത്തിരുന്ന് യേശുവെന്നും പ്രാർത്ഥിക്കും. ആ ഒരു സ്റ്റേജ് വരെത്തി കാര്യങ്ങൾ. കാരണം ബാക്കി പിന്നെ ഒന്നും അറിയത്തില്ല. പിന്നെയും കുറെ കൂടെ പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ ഒരു വേദപുസ്തകം കയ്യിൽ കിട്ടി. ആ വേദപുസ്തകം തുറന്ന് ആദ്യം വായിച്ചത് രക്തസ്രാവക്കാരി സ്ത്രീയെ സൗഖ്യമാക്കിയ യേശുവിനെ. ആ ഒരു വേദഭാഗം അച്ഛന്റെ. അപ്പം ഇതിന്റെ ഒരു കണക്ഷൻ എന്ന് പറയുന്നത്, അമ്മയെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് അച്ഛൻ അങ്ങനെ ഒരു അനുഭവം ഉണ്ട്. ഇപ്പോൾ അമ്മയ്ക്കും കൂടെ ഇങ്ങനെ ഒരു അനുഭവം വന്നപ്പോൾ ഇവർ ഇത് ഷെയർ ചെയ്തപ്പോൾ ഇവർക്ക് തോന്നി ഒരുമിച്ച് ഈ വിശ്വാസത്തിനകത്ത് തന്നെ മുൻപോട്ട് പോയാലോ എന്ന്. ആ സമയത്ത് അച്ഛനുണ്ടായ അനുഭവം ആദ്യമായി അച്ഛൻ അമ്മയോട് ഷെയർ ചെയ്യുകയായിരുന്നു. അങ്ങനെ അത് ഒരു കണക്ഷനിലേക്ക് വരികയും അത് മുൻപോട്ട് പോവുകയും ചെയ്തു. അങ്ങനെ കുറെ വർഷങ്ങൾ മുൻപോട്ട് പോയി. അപ്പം ഈ ഒരു സമയത്ത് തന്നെ എനിക്കൊരു അപൂർവ രോഗം പിടിച്ചു. അപൂർവ രോഗം എന്ന് പറഞ്ഞാൽ രോഗമായിട്ട് പോലും എനിക്ക് വിശേഷിപ്പിക്കാൻ പറ്റത്തില്ല. കാരണം ഞാനിപ്പോ ഒരു മെഡിക്കൽ ഡോക്ടറാണ്. അങ്ങനെ ഒരു രോഗം സത്യത്തിൽ മെഡിക്കൽ സയൻസിൽ ഇല്ല. പിന്നെ അത് എന്തുവാ, രോഗാത്മാവാണോ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇപ്പോൾ അത് തോന്നും. പക്ഷെ അന്ന് അത് അറിയുകയില്ല. ഞാൻ ഏത് ഡ്രസ്സ് ഇട്ടാലും അതിനകത്തെല്ലാം ബ്ലഡ് ആകും. ആ ബ്ലഡ് എന്ന് പറയുന്നത് ഈ രോമകൂപകളിൽ നിന്ന് പൊടിഞ്ഞു വരുന്നതായിട്ടാണ് ഡോക്ടർമാര് കണ്ടുപിടിക്കുന്നത്. പക്ഷേ അങ്ങനെ രോമകൂപങ്ങൾ, ഇപ്പൊ നമുക്കറിയാം യേശു ക്രിസ്തുവിന്റെ വേദന, തന്റെ ഹൃദയത്തിന്റെ വിഷമം അതികഠിനമായപ്പോൾ വിയർപ്പ് തുള്ളികൾ രക്തത്തുള്ളികൾ പോലെയായി. അങ്ങനെ സംഭവിക്കാം. പക്ഷെ ഒരു കൊച്ചു കുഞ്ഞായിരിക്കുന്ന എനിക്ക് എങ്ങനെയാ, ഒരു കാരണവും ഇല്ലാതെ രക്തം ഇങ്ങനെ പൊങ്ങി വരാനുള്ള സാധ്യതയില്ല. പക്ഷെ എവിടെ നിന്നില്ല, എവിടെയും ഡ്രസ്സിനകത്ത് എവിടെയും ആ രക്തക്കറകൾ കയറി പിടിക്കുന്നത് പോലെ കണ്ടാൽ പേടിയാകും. ഇപ്പൊ ഒരു വൈറ്റ് ഡ്രസ് ഇടുകയാണെങ്കിൽ കുറെ നിമിഷത്തിനുള്ളിൽ തന്നെ അതങ്ങ് റെഡ് കളറാകും. അങ്ങനെ സ്കൂളിലൊന്നും പോകാൻ പറ്റിയില്ല. അങ്ങനെ എന്നെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകാനായിട്ട് ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടിപ്പോ പെട്ടെന്ന് അമ്മയുടെ ഹൃദയത്തിനകത്ത് എന്നെ ആത്മഹത്യയിൽ നിന്നൊരു രാത്രി വിടുവിച്ച ദൈവമുണ്ട്. ആ ദൈവത്തിന് അപ്പൊ ഇല്ല രക്തസ്രാവക്കാരി സ്ത്രീയെ സൗഖ്യമാക്കുന്ന വേദഭാഗം കൂടെ മനസ്സിനകത്ത് കിടക്കുകയാണ്.
എന്തുകൊണ്ട് എൻ്റെ കുഞ്ഞിനെ സൗഖ്യമാക്കാൻ പറ്റത്തില്ല? അപ്പൊ ഇതൊന്നും ഒരു പ്രസംഗം കേൾക്കാതാണ് ഈ വിശ്വാസം ഇങ്ങനെ ആക്ടിവേറ്റ് ആക്കിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് പരിശുദ്ധാത്മാവ് തന്നെയാണ് ഞങ്ങളെ പഠിപ്പിച്ചത്. അതിന്റെ ആ ഒരു ഫുൾ ക്രെഡിറ്റ് കർത്താവിനല്ലാതെ നമുക്ക് മനുഷ്യർക്ക് പറയാൻ അന്ന് പറ്റത്തില്ല. അപ്പോ ഇല്ല, ഞാൻ എൻ്റെ കുഞ്ഞിനെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകുന്നില്ല. അപ്പൊ തന്നെ ഞങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിച്ചൊക്കെ തുടങ്ങിയത് കുറച്ചു പേരൊക്കെ അറിഞ്ഞിട്ട് എല്ലാവരും പറഞ്ഞു, കണ്ടോ ദൈവത്തെ മാറ്റി വിളിച്ചതിന് ദൈവം കൊടുത്ത ശിഷ്യ. അപ്പോ നമ്മുടെ സ്തോത്ര ടോക്കിങ്സ് ഉണ്ടല്ലോ നമ്മുടെ ആൾക്കാരുടെ ഇടയിലുള്ള. പക്ഷെ എങ്കിലും അതെനിക്ക് നല്ല ഓർമ്മയുണ്ട്. എൻ്റെ കൈ പിടിച്ച് ഞങ്ങളുടെ ആ കൊച്ചു മുറിക്കകത്ത് പോയി ഒരു പായിട്ടിട്ട് നിലത്തിട്ട് മുട്ടിമേലിരുന്ന് എൻ്റെ അമ്മ, പ്രാർത്ഥിക്കാൻ അറിയത്തില്ല, മണിയോളമുള്ള വിശ്വാസത്തെ താൻ പുറത്തു കൊണ്ടുവന്നിട്ട് നിറകണ്ണുകളോടെ സ്വർഗത്തിലേക്ക് നോക്കി അങ്ങ് ഒരു രക്തസ്രാവക്കാരി സ്ത്രീയെ സൗഖ്യമാക്കി. ഇന്ന് എൻ്റെ കുഞ്ഞിനെ സൗഖ്യമാക്കാൻ അങ്ങേക്ക് കഴിയും എന്ന് തന്നെ, കഴിയുമോ എന്നല്ല ചോദിച്ചത്, കഴിയും, വിശ്വാസത്തോടെ ഡിക്ലെയർ ചെയ്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥിച്ചനന്തരം കണ്ണു തുറന്നപ്പോൾ എൻ്റെ ഡ്രസ്സിനകത്ത് ഒരു തുള്ളി രക്തം പോലും കാണാനിടയല്ല. അത് ഇപ്പോ വരെയും പിന്നെ അത് സംഭവിച്ചിട്ടേ ഇല്ല, വന്നിട്ടേ ഇല്ല. അപ്പൊ അത് എൻ്റെ ജീവിതത്തിൽ എന്നോടുള്ള എൻ്റെ പേഴ്സണൽ ലൈഫിനകത്ത് എന്നെ തൊട്ട മറ്റൊരു കാര്യമാണ്. ഒരുപക്ഷെ അമ്മയുടെ സാക്ഷിയോ അച്ഛന്റെ സാക്ഷിയോ ഒക്കെ പറയുമ്പോഴും എപ്പോഴും അവരവരുടെ ലൈഫിനകത്ത് ഉണ്ടാകുമ്പോഴും, അത് കൊച്ചു കുഞ്ഞാണെങ്കിൽ പോലും എനിക്ക് മനസ്സിലായി, ഈ ദൈവത്തിന് എന്തോ ഒരു പവർ ഉണ്ട്, കാരണം ഞാനത് കണ്ടതാണ്. അങ്ങനെ ഞങ്ങള് സ്തോത്രം പോയി. കുറേം കൂടെ ആയപ്പം എൻ്റെ അച്ഛനും അമ്മയും പറഞ്ഞു, ആത്മഹത്യയിൽ നിന്ന് വിടിവിച്ചു, രോഗത്തിൽ നിന്ന് വിടിവിച്ചു, സാമ്പത്തിക നഷ്ടത്തിൽ നിന്ന് വിടിവിച്ചു, വീട് ഉയർന്നു വരത്തില്ല എന്ന് പറഞ്ഞ സ്ഥാനത്ത് കർത്താവ് ഇത്രയും വീട് ഉയർത്തി തന്നു. ഭൗതിക നന്മകളുടെ മാത്രമല്ല, സർവോപരി ഹൃദയത്തിനകത്തൊരു സമാധാനം തന്നു വഴി നടത്തുന്ന ഈ ദൈവത്തെ ഇനിയും നമുക്ക് മറച്ചു പിടിക്കാൻ പറ്റത്തില്ല. അത് മര്യാദയുടെ സ്തോത്രം, അല്ലെങ്കിൽ ദൈവത്തിന്റെ മുമ്പിൽ അതൊരു നീതിയല്ല. നമ്മൾ ആർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ദൈവത്തിന്റെ കൂടെ നിന്നാൽ ദൈവമെങ്കിലും കാണും. നമ്മൾ മനുഷ്യരുടെ പ്രസാദം നോക്കിയിട്ട് കാര്യമില്ല എന്നൊരു ഡിസിഷനോട് കൂടെ ഞങ്ങൾ പരസ്യമായി ചർച്ചിൽ പോകാനുള്ള താല്പര്യമൊക്കെ പ്രകടിപ്പിച്ചു. പരസ്യമായി കുടുംബത്തിനകത്തിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോഴേക്കും പ്രശ്നങ്ങൾ ആരംഭിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞ ഞങ്ങളുടെ നാടിന്റെ സൗഹൃദ ഭാഷയൊക്കെ മാറി. ഞങ്ങളെ ചൊല്ലി ഹൈന്ദവരും ക്രൈസ്തവരും ഭയങ്കരമായി അടി തുടങ്ങി. അങ്ങനെ ഒരു രാത്രി, അന്ന് എൻ്റെ അച്ഛൻ വയനാട്ടിലാണ്, വയനാട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ബത്തേരിയിലും. രാത്രി ഞങ്ങൾ 2 കുഞ്ഞുങ്ങളെയും പിടിച്ചുകൊണ്ട് കൊല്ലം പട്ടണം ഞങ്ങൾക്ക് വിടേണ്ടതായിട്ട് വന്നു. അത്രത്തോളം എത്തി കാര്യങ്ങളൊക്കെ. കാരണം പ്രത്യേകിച്ച് വീട്ടിൻ്റെ അകത്ത് അച്ഛൻ്റെ അമ്മയൊക്കെ ഭയങ്കരമായി, അവർക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത, അമ്മയുടെ വീട്ടുകാർക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമായിരുന്നു അത്. അങ്ങനെ ഞങ്ങൾ ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് ഒഴിയട്ടെ എന്ന് കരുതി ഏകദേശം 2 വർഷത്തോളം വയനാട്ടിന്റെ കാട്ടുപ്രദേശങ്ങളുടെ നടുവിൽ പോയി ഒളിച്ചു താമസിക്കേണ്ടതായിട്ട് വന്നു. 2 വർഷത്തോളം ഞങ്ങൾ സ്കൂളിൽ പോയില്ല. സ്കൂൾ വിദ്യാഭ്യാസം മുടങ്ങി. എങ്കിലും ഹോം സ്കൂൾ, വീട്ടിലിരുന്ന് പഠിച്ച് പരീക്ഷയുടെ സമയത്ത് മാത്രം പരീക്ഷ മാത്രം അറ്റൻഡ് ചെയ്തും അങ്ങനെ മുൻപോട്ട് പോയി. പക്ഷെ അവിടെ വെച്ചും ദൈവം ഒത്തിരി സംസാരിച്ചു. അപ്പൊ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ഒരു ദൈവ പൈതൽ കർത്താവിനെ അറിഞ്ഞതിന് ശേഷം അവരുടെ ലൈഫിൽ നടക്കുന്ന സകല കാര്യങ്ങളുടെയും റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്ന ഒരു ദൈവമുണ്ട്. കാരണം വയനാട്ടിലോട്ട് പോയപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനിച്ച നാടൊക്കെ വിട്ട് ഇനി എന്താകും ഏതാകും, പക്ഷെ അവിടെ വെച്ചിട്ടായിരുന്നു കർത്താവ് ഒത്തിരി സംസാരിച്ചത്. അവിടെ വെച്ച് ഒരുപാട് ദൈവമക്കളുടെ കുടുംബവുമായി പരിചയപ്പെടാനും ദൈവത്തെ ഒത്തിരി അറിയാനും പ്രാർത്ഥനകൾക്ക് പബ്ലിക്കലി പോകാനും, കാരണം അവിടെ നമ്മളെ അറിയാവുന്ന ഒത്തിരി പേരില്ലല്ലോ, അതുകൊണ്ട് അതിനുള്ള സ്വാതന്ത്ര്യം ലഭിക്കും. അത് ഞങ്ങളുടെ ലൈഫിനകത്ത് അടുത്ത നാഴികക്കല്ലായി. കർത്താവ് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടേയിരുന്നു. വേദപുസ്തകത്തിനകത്ത് ദൈവഭക്തന്മാരെ കൊണ്ടുപോയ ദേശങ്ങൾക്ക് അതെല്ലാം വെച്ച് ദൈവം സംസാരിച്ചു ഇരുന്നു എന്ന് പറഞ്ഞ പോലെ ഞങ്ങളോട് കർത്താവ് സംസാരിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ 2 വർഷം കഴിഞ്ഞ് പ്രശ്നങ്ങളൊക്കെ ഒന്ന് ഒഴിഞ്ഞെന്നറിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ തിരിച്ചു കൊല്ലം പട്ടണത്തിന്റെ നടുവിൽ തന്നെ വന്നു. അവിടെ വെച്ച് സ്തോത്രം ഒരുപാട് ചോദ്യങ്ങൾ, പ്രത്യേകിച്ച് ചോദിച്ച ഒരു ചോദ്യമാണ്, നിങ്ങളുടെ പിള്ളേരുടെ ഭാവി എന്താകും? വിശ്വാസ ജീവിതത്തിനകത്ത് പോയാൽ, അല്ലെങ്കിൽ പെന്തക്കോസ്റ്റ് ജീവിതത്തിനകത്ത് പോയാൽ നിങ്ങളുടെ പിള്ളേര്, മകളെ ആര് കല്യാണം കഴിക്കും, മകനെ ആര് കല്യാണം കഴിക്കും? എൻ്റെ അച്ഛൻ്റെ പരിചയക്കാരിൽ ചിലര് ഞങ്ങള് തിരിഞ്ഞ് തിരിച്ചു വരുമെന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. തിരിച്ച് ഇതിലേക്ക് തന്നെ മടങ്ങി വരും, അവസാനം ഒന്നും ഇല്ല എന്നറിയുമ്പോൾ തിരിച്ച് മടങ്ങി വരുമെന്ന്. പക്ഷേ അതിന്റെ നടുവിലൊക്കെ വളരെ ശാന്തമായി കാമായി അതിനെയൊക്കെ ഡീല് ചെയ്തിട്ട്, അച്ഛന്റെ പഴയ സ്വഭാവം അനുസരിച്ചാണെങ്കിൽ അങ്ങനൊന്നുമല്ല, പക്ഷെ കർത്താവ് ഒരുവനെ ചേഞ്ച് ചെയ്താൽ അത് എത്രത്തോളം ഒന്ന് ഞങ്ങൾ കണ്ടു മനസ്സിലാക്കിയതാണ്. അച്ഛൻ അതൊക്കെ കാമായിട്ട് ഡീൽ ചെയ്തിട്ട് പറഞ്ഞു, ഇനിയിപ്പൊ കൊച്ചിന്റെ കല്യാണം നടന്നാലും ഇല്ലെങ്കിലും അറിഞ്ഞ സത്യത്തിന് വേണ്ടി ഞങ്ങൾ വില കൊടുക്കും. ഇനി എടുത്തു വെച്ച കാൽച്ചുവടുകൾ
പിറകോട്ടെടുത്ത് വെക്കുന്ന പ്രശ്നം ഉദിക്കുന്നില്ല. ഈ വേദപുസ്തകം ഇനി താഴെ വെക്കത്തില്ല. അത് ആ ഉറച്ച ഡിസിഷനിലോട്ട് മുൻപോട്ട് പോയി. പാർട്ടി പ്രവർത്തനം, ക്ഷേത്ര കാര്യങ്ങളിൽ നിന്നെല്ലാം പിറകോട്ട് അതെല്ലാം പയ്യെ പയ്യെ മാറ്റി. അപ്പോഴത്തേക്ക് എല്ലാവർക്കും മനസ്സിലായി ഞങ്ങൾ പരിപൂർണമായി ഇതിലേക്ക് പോകുകയാണെന്നുള്ളത്. അങ്ങനെ ഒത്തിരി 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 കാര്യങ്ങൾ. പക്ഷെ ഈ ചോദിച്ച ചോദ്യങ്ങളുടെ എല്ലാം മുൻപാകെ ദൈവം 1, 2, 3 എന്ന് അക്കമിട്ട് ദൈവം ഓരോന്നിനും ദൈവം മറുപടി തരുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പൊ എന്റെ അമ്മയൊക്കെ കുടുംബത്തിനകത്ത് സ്ത്രീകൾ കരഞ്ഞു പ്രാർത്ഥിക്കുന്നത് നിഷിദ്ധമാണ്, അത് ശാപമാണ് എന്നൊക്കെ പറഞ്ഞു പഠിപ്പിച്ചിരുന്ന ഒരു പശ്ചാത്തലമാണ് ഞങ്ങളുടേത്. അതുകൊണ്ട് ആദ്യമൊക്കെ പരസ്യമായി പ്രാർത്ഥിക്കാൻ പറ്റാത്തതുകൊണ്ട് ടോയ്ലറ്റിനകത്ത് കയറും, എന്നിട്ട് ടാപ്പ് തുറന്നു വിടും. ആ വെള്ളത്തിന്റെ ശബ്ദത്തിനകത്ത് കരഞ്ഞു കരഞ്ഞു പ്രാർത്ഥിക്കും. പക്ഷെ കർത്താവ് അതൊക്കെ തുരുത്തിയാക്കി വെച്ചു. ആ രഹസ്യത്തിൽ കരയുന്ന കണ്ണുനീര് പോലും ദൈവം ഇങ്ങനെ തുരുത്തിയിലാക്കി വെച്ചു എന്നുള്ളത് ഞങ്ങളുടെ ലൈഫിനകത്ത് പിന്നീട് തന്ന മറുപടികൾ ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അങ്ങനെ കാലങ്ങൾ മുൻപോട്ട് പോയി. ഞാനൊരു 10th ഒക്കെ പഠിക്കാൻ നേരത്ത് 10th ഒക്കെ പഠിക്കുന്ന ആ സമയത്താണ് ഞങ്ങൾ ചർച്ചിൽ പോകാനായി, എല്ലാ ഞായറാഴ്ച മുടങ്ങാതെ ചർച്ചിൽ പോകാനായത് ആരംഭിച്ചു. അങ്ങനെ ഞാൻ ഏത് ചർച്ചിൽ എവിടെ പോയാലും, അപ്പം ഓരോ ചർച്ചിലും മാറി മാറിയാ പോകുന്നത്. അതിന് കാരണം എന്ന് പറഞ്ഞാൽ സ്ഥിരമായി ഒരു ചർച്ചിൽ പോയാൽ അത് പിന്തുടർന്ന് വന്നത് ചിലപ്പോൾ നമ്മുടെ ആൾക്കാർ അത് മുടക്കിക്കളയും. അതുകൊണ്ട് ദൂരെയൊക്കെ ഓടനാട്ടത്തെ താമസിക്കുന്നതിൽ 10 കിലോമീറ്റർ അപ്പുറം ബസ്സിലൊക്കെ കയറി കൊട്ടാരക്കര പല ചർച്ചകളിലൊക്കെ അങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നത്. പല പൂയപ്പള്ളി, കൊട്ടാരക്കര, ഓടനാട്ട് ഒത്തിരി ഒത്തിരി സ്ഥലത്തെ ചർച്ചകളിൽ പോയിട്ടുണ്ട്. അവിടെ ഞാൻ എവിടെ ചെന്നിരുന്നാലും ഈ കൃപാവരപ്രാപ്തരായ കർത്തൃദാസന്മാരൊക്കെ ഉപവാസ പ്രാർത്ഥനകൾക്ക് വരുമ്പോൾ ഞാൻ എത്ര പുറകിലാണെങ്കിലും, അപ്പൊ ഇവര് പറയുന്നൊന്നും ഒത്തിരി നമുക്ക് മനസ്സിലാകത്തില്ല. അപ്പൊ എത്ര പുറകിലായിരിക്കുന്നെങ്കിലും അവിടെ നിന്നെല്ലാം എന്നെ എഴുന്നേൽപ്പിച്ചിട്ട് പറയും, നീ ഒരു മിഷണറി മെഡിക്കൽ ഡോക്ടറാന്ന് പറയും. അപ്പൊ അതൊക്കെ പറയുമ്പോൾ ഉള്ളി ചിരിയാ വരുന്നത്. കാരണം മെഡിക്കൽ ഡോക്ടർ ആകാനുള്ള ഒരു പ്രാപ്തിയൊന്നും ഇല്ല. അത് മാത്രമല്ല അതിനുള്ള ഒരു സാമ്പത്തിക ചുറ്റുപാടൊന്നും അച്ഛന് ഗവൺമെന്റ് ജോലി ഉണ്ടെങ്കിലും ഊഹിക്കാലോ, ആ ഒരു ശമ്പളത്തിൽ നിന്നൊന്നും ഇത്രയും ഒന്നും പോകത്തില്ല. അപ്പോ അതൊക്കെ ഇങ്ങനെ ദൂതൊക്കെ മനസ്സിലുണ്ടെങ്കിലും എങ്ങനെയാ എന്നൊക്കെ ഉള്ളത്. +2 കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു ദൂതുണ്ടല്ലോ എന്നിങ്ങനെ മനസ്സിനകത്ത് അതുകൊണ്ട് വിചാരിച്ചു എൻട്രൻസിന് പഠിക്കാൻ പോകാം. അങ്ങനെ എൻട്രൻസിന് പഠിക്കാൻ പോയി ട്രിവാൻഡ്രത്ത്. അവിടെ ചെന്നപ്പോഴാണ് ഞാൻ അച്ഛന്റെയും അമ്മയിൽ നിന്നും മാറി നിന്ന് ആദ്യമായിട്ട് ഒറ്റയ്ക്ക് ഒരു ജീവിതം, 1 വർഷം ഹോസ്റ്റലിൽ നിൽക്കുകയാണ്. ഒരു വീട്ടിൽ പേയിങ് ഗസ്റ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. ആ വീടിന്റെ ഓണറിന് എല്ലാ കുട്ടികളെയും ഇഷ്ടമാണ്, പക്ഷെ എന്നെ ഇഷ്ടമല്ല. അവരെന്നെ ഒരുപാട് ഒറ്റപ്പെടുത്തുകയും ഒരുപാട് അപ്പൊ എനിക്ക് മനസ്സിലായി ഇത് നമ്മിൽ വ്യാപരിക്കുന്ന സ്പിരിറ്റും അവരിൽ അത് തമ്മിലുള്ള ഒരു ഫൈറ്റിംഗ് ആണ്. എനിക്ക് മനസ്സിലായി. അതെന്റെ പ്രാർത്ഥനാ ജീവിതത്തെ ഒത്തിരി കൂട്ടി. നമുക്ക് വിഷമം വരുമ്പോഴാണല്ലോ നമ്മൾ ഒത്തിരി പ്രാർത്ഥിക്കുന്നത്. അപ്പൊ ഞാൻ പഠിക്കുന്നതിനേക്കാൾ പ്രാർത്ഥനയ്ക്ക് സമയം കണ്ടെത്തി. പ്രാർത്ഥിച്ച് അന്ന് കർത്താവിന്റെ ശബ്ദം ഞാൻ കേൾക്കാനും അതിലൂടെ ചില കൃപാവരങ്ങൾ ഉൾപ്പെടെ കർത്താവ് എനിക്ക് ആ ദിവസങ്ങളിൽ കൈമാറാനും കർത്താവ് സഹായിച്ചു. അപ്പൊ അന്നത്തെ ഒറ്റപ്പെടലാണ് ഒരു ശുശ്രൂഷക എന്നുള്ള നിലവാരത്തിന്റെ സ്റ്റാർട്ടിങ്ങിലേക്ക് വ്യക്തിപരമായ ജീവിതത്തോട് ദൈവം എനിക്കൊരു എൻകൗണ്ടർ തരുന്നത്. അപ്പൊ ഞാൻ ഇതിലോ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളോട് എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. ജീവിതത്തിന്റെ ഏത് മരുഭൂമിയുടെ അവസ്ഥയിലും ഏത് ഒറ്റപ്പെടലിന്റെ അവസ്ഥയിലും ഏറ്റവും ദൈവവുമായിട്ട് അടുത്തിരിക്കാൻ പറ്റുന്ന സമയം അത് മാത്രമാണ്. എല്ലാ സുഖ സൗകര്യങ്ങളുള്ളതിനേക്കാൾ നല്ലതാണ് ഒറ്റയ്ക്കുള്ള സമയം മാക്സിമം ദൈവമായിട്ട് സംസാരിക്കാൻ എടുക്കുക. അത് ദൈവത്തിൽ നിന്ന് പുതിയത് പ്രാപിപ്പാൻ ദൈവം സഹായിക്കും. ഞാൻ വളരെ കോൺഫിഡൻസ്, നല്ലൊരു തികഞ്ഞ വിശ്വാസിയാണ്. ട്രിവാൻഡ്രം പട്ടണത്തിൽ നിന്ന് 1 വർഷം എൻട്രൻസ് കിട്ടിയില്ല കേട്ടോ, അത് വേറൊരു വസ്തുത. പക്ഷെ കർത്താവ് എന്നെ ആ 1 വർഷം ശരിക്കും എന്നെ പഠിപ്പിക്കാൻ കൊണ്ടുപോയതാണ് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഹല്ലേലൂയ, ഇങ്ങനൊരു ദൂത് കിടക്കുന്നു. പക്ഷെ എൻട്രൻസ് കിട്ടിയില്ലല്ലോ, എന്നാ പിന്നെ നമുക്ക് നഴ്സിംഗ് തന്നെ ട്രൈ ചെയ്യാം എന്നൊക്കെ ഇങ്ങനെയൊക്കെ വന്നു. അപ്പോഴും ഇല്ല, ഇത്രയും കർത്തൃദാസന്മാർ എന്നോട് ദൂത് പറഞ്ഞിരിക്കുകയാണല്ലോ, ഞാൻ മിഷണറി മെഡിക്കൽ ഡോക്ടർ ആകും എന്നുള്ളത്. അന്നേരം ഞാന് അപ്പൊ അച്ഛൻ പറഞ്ഞു, എന്നാ പിന്നെ നമുക്ക് ബാംഗ്ലൂരോ വേറെ എവിടെയെങ്കിലും ഒക്കെ ട്രൈ ചെയ്യാം, കുറച്ച് പൈസയായാലും. അപ്പൊ ഞാൻ പറഞ്ഞു, പക്ഷെ ഞാൻ പ്രാർത്ഥിക്കുമ്പോഴെല്ലാം എന്നെ ഒരു വിദേശ രാജ്യമാണ് ദൈവം കാണിക്കുന്നത്. അങ്ങനെ എനിക്ക് അങ്ങനെ ഒരു ദൈവം എനിക്ക് അങ്ങനെ ഒരു ദർശനം തന്നു. അങ്ങനെ ആ ദർശനത്തെ പ്രതി മാത്രമാണ് ഞാൻ ചൈനയിൽ പോയത്. ചൈനയിൽ MBBS പഠിപ്പിക്കാൻ കുട്ടികളെ ഒരുപാട് കൊണ്ടുപോകുന്നതുകൊണ്ട്
ഞാൻ പോയതല്ല, ദൈവം എന്നെ വ്യക്തമായി കാണിച്ചത് പ്രകാരമാണ് ഞാൻ ചൈനയിൽ പോയതും. അങ്ങനെ അവിടെയും 5 വർഷക്കാലം മെഡിസിൻ നന്നായിട്ട് പഠിച്ചു. അപ്പൊ ചൈനയിലാണെങ്കിലും അതൊരു മിലിറ്ററി മെഡിക്കൽ കോളേജ് ആയിരുന്നു. ഇന്ത്യൻസ് മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ കോളേജിൽ. അതും ഞങ്ങൾക്ക് ഒത്തിരി, എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഒത്തിരി, ആ ഒരു വിശ്വാസ ജീവിതത്തിനകത്ത് 5 വർഷക്കാലം അത് ഒത്തിരി മുതൽക്കൂട്ടായി മാറി. അങ്ങനെ വിദ്യാഭ്യാസം പൂർത്തീകരിച്ചു. വിദ്യാഭ്യാസം കഴിഞ്ഞ ഉടനെ കല്യാണം എന്താകുന്നു നോക്കിയിരിക്കുന്ന നാട്ടുകാരും വീട്ടുകാരും. അപ്പം ഞാൻ മുറിക്കകത്ത് കയറി പ്രാർത്ഥിച്ചൊരു തീരുമാനം എടുത്തു, കർത്താവേ, എന്റെ അച്ഛനും അമ്മയും എന്റെ കല്യാണം പറഞ്ഞുകൊണ്ട് ആൾക്കാരുടെ മുമ്പിൽ എന്റെ മോക്ക് വേണ്ടി ഒരു പയ്യനെ കണ്ടുപിടിക്കുമോ എന്ന് ചോദിച്ച് തൊഴുത് നിൽക്കാനൊന്നും കർത്താവ് അനുവദിക്കരുത്. അങ്ങാണ് എന്റെ ഭാവിയെ ഒരുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു പയ്യനെ കർത്താവ് തന്നെ എനിക്ക് വേണ്ടി കൊണ്ടുതരണം. അത് എന്റെ പ്രാർത്ഥനയായിരുന്നു, വ്യക്തിപരമായ പ്രാർത്ഥനയായിരുന്നു. ദൈവം വ്യക്തമായി കാണിച്ച ദർശനമാണ് ഫ്രണ്ടിൽ കുറച്ച് മുടി കുറവുള്ള. അത് ഞാൻ ഒരു രാത്രി സ്വപ്നത്തിൽ കണ്ടതാണ്. അപ്പൊ ഓരോ ആലോചന വരുമ്പോഴും ഞാൻ ഫോട്ടോ നോക്കും. മുടിയുള്ള പയ്യനാണെങ്കിൽ ഞാൻ പറയും എനിക്ക് വേണ്ട മുടി. അപ്പൊ അച്ഛനും അമ്മയും ചോദിക്കും മുടി ഉള്ളതാണോ ഇപ്പൊ പ്രശ്നം? അന്നേരം പറഞ്ഞു അതാണ് എന്റെ പ്രശ്നം, കാരണം ഞാൻ കണ്ട സ്വപ്നം അതല്ല. അങ്ങനെ അത് നോക്കിയിരുന്നു. ഈ MBBS കഴിഞ്ഞ് ഇന്റേൺഷിപ്പ് ഞാൻ നാട്ടിൽ ചെയ്യാൻ തന്നെ തീരുമാനിച്ചത്. ഞാൻ നാട്ടിൽ ഇന്റേൺഷിപ്പ് കയറുന്നതിന് മുൻപ് തന്നെ അന്ന് അച്ഛൻ ലണ്ടനിലാണ്. ലണ്ടനിൽ നിന്ന് അച്ഛന്റെ ആലോചന വരികയും ഞാൻ ഫോട്ടോ നോക്കിയപ്പം ഫ്രണ്ടിൽ കുറച്ച് മുടി കുറവാ അച്ഛന്. ഞാൻ എന്താണോ ദർശനത്തിൽ കണ്ടത് അത് തന്നെ ഞാൻ പറഞ്ഞു, എനിക്കിനി വേറെ ഒന്നും ആലോചിക്കാനില്ല, ഇത് തന്നെയാണ് എന്റെ ഭാവി വരെ. അങ്ങനെ അവരും പ്രാർത്ഥിച്ചു നോക്കി, അവർക്കും ഇത് ദൈവഹിതമാണെന്ന് മനസ്സിലായി. പക്ഷെ ഇന്റേൺഷിപ്പ് പോലും ചെയ്യുന്നതിന് മുൻപ് തന്നെ ദൈവം ആ വിവാഹത്തെ, കാരണം വിവാഹം വൈകും. എന്റെ വിവാഹം 24-ാമത്തെ വയസ്സിലാണ് നടന്നത്. അപ്പം കൊച്ചിനെ ആര് കെട്ടുമെന്ന് ചോദിച്ച സ്ഥാനത്ത് എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ കുടുംബത്തിലേക്കും വെച്ച് ഏറ്റവും ഈ ഒരു പ്രായത്തിൽ കല്യാണം കഴിക്കുന്നത് ഒരു പക്ഷേ എന്ന് പറഞ്ഞാൽ 24-ാമത്തെ വയസ്സെന്ന് പറയുന്നത് വലിയ പ്രായമേ അല്ല. ആ ഒരു വയസ്സിൽ തന്നെ ദൈവം ആ വിവാഹത്തെ നടത്തി തന്നു. ആരുടെ മുമ്പിൽ തല താഴ്ത്താനോ ലജ്ജിപ്പിക്കാനോ. അപ്പൊ കല്യാണ ലെറ്റർ കൊണ്ട് കൊടുക്കുമ്പോൾ ബന്ധുക്കൾക്കൊക്കെ വരാൻ, കാരണം അച്ഛൻ പറഞ്ഞു ഹൈന്ദവ ആചാരപ്രകാരമുള്ള ഒരാചാരവും അവിടെ കാണത്തില്ല. നിങ്ങൾ വരുമ്പോൾ സ്റ്റേജിൽ നിറയെ കർത്തൃദാസന്മാരായിരിക്കും. നിങ്ങൾ കേൾക്കുന്നത് മുഴുവൻ യേശുവിന്റെ നാമത്തിൽ എന്നുള്ള ആ ഒരു പദമായിരിക്കും. നിങ്ങൾ കാണുന്നത് മുഴുവൻ പ്രാർത്ഥനയായിരിക്കും. അതൊക്കെ മുന്നമേ പറഞ്ഞു. അതുകൊണ്ട് എല്ലാവർക്കും വരാൻ ഒരു മടിയാന്ന് പറഞ്ഞിരുന്നെങ്കിലും വിവാഹ ദിവസം കൊല്ലം ടൗണിൽ വെച്ചായിരുന്നു വിവാഹ ദിവസം ഞങ്ങളുടെ ബന്ധുക്കളെല്ലാം വരാൻ കർത്താവ് സഹായിച്ചു. അതുകൊണ്ട് തന്നെ ആ വിവാഹ ശുശ്രൂഷ നടത്തുന്ന കർത്തൃദാസൻ ഒന്നും നോക്കിയില്ല, യേശുക്രിസ്തുവിനെ കുറിച്ച് ശക്തമായി പറഞ്ഞു. അത്രയും പേര് അന്നൊരു സുവിശേഷം പോലെ യേശുവിനെ കുറിച്ച് കേൾക്കാൻ കർത്താവ് സഹായിച്ചു. 2014 ഡിസംബർ 23 പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ച ദൈവദാസന്മാർ പ്രാർത്ഥിക്കുമ്പോൾ അത് കേൾക്കാൻ ഞങ്ങളുടെ റിലേറ്റീവ്സ് എല്ലാം ആ വിവാഹത്തിന് ഉണ്ടായിരുന്നു എന്നുള്ളത് എന്നെ സന്തോഷിപ്പിച്ച അടുത്തൊരു വസ്തുതയാണ്. അപ്പോൾ വിവാഹത്തിന് 2014 വിവാഹം. ഞാൻ പറഞ്ഞതുപോലെ ഞാൻ 10th പഠിക്കുമ്പോഴാണ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചർച്ചിൽ എല്ലാ ഞായറാഴ്ചയും മുടങ്ങാതെ. അപ്പൊ ആദ്യം അമ്മ മാത്രമാണ് എല്ലാ ഞായറാഴ്ച, കാരണം അച്ഛൻ അന്ന് ഈ പറയുന്ന പോലെ വയനാട്ടിൽ നിന്ന് ട്രാൻസ്ഫർ ആയി പത്തനംതിട്ടയിലാണ്, സീതത്തോടിലാണ് അച്ഛന് നേരെ അടുത്ത സ്റ്റേഷനിൽ ജോലി കിട്ടിയത്. അപ്പൊ അച്ഛൻ എപ്പോഴും വീട്ടിൽ കാണത്തില്ല. പക്ഷെ അമ്മ എല്ലാ ഞായറാഴ്ചയും സ്ഥിരമായി പോകാൻ തുടങ്ങി. പക്ഷെ ഞങ്ങൾക്ക് പോകാനുള്ള സ്വാതന്ത്ര്യത്തെ അന്നേരവും, കാരണം ഞങ്ങളെ റിലേറ്റീവ്സ് തന്നെയാണ് അന്നേരവും, എപ്പോഴും അമ്മ ചർച്ചിൽ പോകുമ്പോൾ ഞങ്ങളോട് റിലേറ്റീവ്സ് പറയും നിങ്ങൾ അതിനകത്തൊന്നും പോകണ്ട അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ അമ്മ സ്ഥിരമായി പോകാൻ തുടങ്ങി. അമ്മ വിശ്വാസത്തിൽ ഭയങ്കരമായി മുന്നേറി. അങ്ങനെ അമ്മയ്ക്ക് സ്നാനം പെടണം എന്നുള്ള ആഗ്രഹം അമ്മ പ്രകടിപ്പിച്ചു. അങ്ങനെ അച്ഛൻ തിരിച്ചു വന്നു. അവര് കൊട്ടാരക്കര ഷാരോൺ ചർച്ചില് പാസ്റ്റർ അനിയൻ അദ്ദേഹമാണ് സ്നാനപ്പെടുത്തിയത്. അപ്പൊ സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ താലി അതുവരെ ഉപയോഗിക്കുമായിരുന്നു. അതിന്റെ കാര്യത്തിനകത്ത്, കാരണം നമ്മുടെ ഇതില് താലി ഊരുന്നത് വിധവമാരാണ്. അപ്പം അതിനകത്തൊരു പ്രശ്നം വരുമെന്ന് തീർച്ചയായിട്ടും അറിയാമായിരുന്നു. പക്ഷെ എങ്കിലും എന്തൊക്കെ പ്രശ്നം വന്നാലും ഇല്ല, ക്രിസ്തുവിന് വേണ്ടി തന്നെ നിൽക്കും എന്നുള്ള ഉറപ്പോട് കൂടി അതെല്ലാം മാറ്റി സ്നാനപ്പെട്ട് തൻ വിശുദ്ധ ജീവിതം നയിക്കുമെന്നുള്ള തീരുമാനത്തോടെ മുൻപോട്ട് പോയി. അത് കഴിഞ്ഞ് അതിനും 1 വർഷം കഴിഞ്ഞ് ഞാൻ +1 പഠിക്കുമ്പോഴാണ്
ഞാൻ സ്നാനപ്പെടണം എന്നുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുന്നത് എൻ്റെ ബ്രദറും. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ചാണ് ഇതേ ചർച്ചിൽ തന്നെ സ്നാനപ്പെടുന്നതും. അപ്പം സ്നാനപ്പെട്ട് കഴിയുമ്പോഴും എനിക്ക് ഇതിനോടൊക്കെ ഭയങ്കര കമ്പമാണ്. ഈ ഒരു പിന്നെ ഓർണമെന്റ്സ് ഇടുന്നതും, അതേപോലെ ഓർണമെന്റ്സിന് മാത്രം കാര്യമൊന്നുമല്ല ഞാൻ പറയുന്നത്, എല്ലാ കാര്യങ്ങൾക്കകത്തും വേർപ്പെടണം എന്ന് പറയുന്നത് എനിക്കൊരു ഭയങ്കരമായി എന്നെ ഒരു വിഷമിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു, ഞാൻ ഇപ്പോഴേ സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ, സ്നാനപ്പെടുന്നതിന് മുമ്പാണെങ്കിൽ കുഴപ്പമില്ലല്ലോ, സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ എനിക്ക് ഉറപ്പറിയാം എല്ലാத்தைയും നമ്മൾ വേർപെട്ട് ജീവിക്കണം. അപ്പോൾ ഞാൻ സ്നാനപ്പെടണോ വേണ്ടയോ, സ്നാനപ്പെടണോ വേണ്ടയോ, പക്ഷെ കർത്താവ് ഇങ്ങനെ ഭയങ്കരമായില്ല, ഇത് സ്നാനപ്പെടേണ്ട സമയമാണ്. അങ്ങനെ സ്നാനപ്പെട്ട് കഴിഞ്ഞു. പക്ഷേ അത്ഭുതം എന്ന് പറയട്ടെ, എനിക്ക് ആ വെള്ളത്തിൽ നിന്ന് മുങ്ങി തിരിച്ച് ആ ഒരു പൊങ്ങി വരുമ്പോൾ ശരിക്കും നമ്മൾ പറയില്ലേ പുതിയ സൃഷ്ടിയാണ്. എനിക്ക് പിന്നെ ലോകത്തിൽ ഒന്നിനോടും അത് കർത്താവ് തന്നെ എൻ്റെ ഉള്ളിൽ അങ്ങനെ കൊണ്ടിട്ടു. എനിക്ക് ഒന്നും വേണ്ട എന്നുള്ള ഒരു ആഗ്രഹം എനിക്ക് അങ്ങനെ തോന്നി. അങ്ങനെയാണ് ഞാനും എൻ്റെ ബ്രദറും സ്നാനപ്പെട്ട് മുൻപോട്ട് പോകുന്നത്. അങ്ങനെ ഇത്രയും ദൂരം എന്തായാലും ചർച്ചിൽ പോകാൻ തീരുമാനിച്ചു. അപ്പൊ ഇത്രയും ദൂരം 10 കിലോമീറ്ററോളം എല്ലാ ഞായറാഴ്ചയും ഇങ്ങനെ ബസ്സിൽ ട്രാവൽ ചെയ്യുന്നത് നമുക്ക് പാടുള്ള കാര്യമായതുകൊണ്ട് ഞങ്ങൾക്ക് ഓടനാവട്ടം ഒരു ചർച്ചിനോടുള്ള ബന്ധത്തിനകത്ത് പോകണമെന്നുള്ള ഒരു ആഗ്രഹം പ്രകടിപ്പിക്കുകയും, അതിപ്പോ എവിടെയാണെങ്കിലും നമുക്ക് ഏതാണെങ്കിലും IPC ആണെങ്കിലും ഷാരോൺ ആണെങ്കിലും ചർച്ച, അതല്ലല്ലോ വിഷയം. കർത്താവിനെ സത്യത്തിൽ ആരാധിക്കുന്ന അപ്പം IPC തന്നെയാണ് അടുത്ത്. അതുകൊണ്ട് ഓടനാവട്ടം IPC ഞങ്ങൾ കൂടി വരികയും ചെയ്തു. അപ്പോഴും പ്രശ്നങ്ങൾ ഒത്തിരി നടക്കുന്നുണ്ടെങ്കിലും ഞങ്ങൾക്ക് നല്ല ഉറപ്പായി കർത്താവ് തന്നെയാണ് രക്ഷകൻ. അപ്പം ഇതിന്റെ ഇടയ്ക്ക് തന്നെ അച്ഛൻ ഇങ്ങനെ പറഞ്ഞു, എനിക്ക് മാന്യമായ ഒരു ജോലിയുണ്ട്, വീട്ടിൽ അത്യാവശ്യം ജീവിക്കാനുള്ള ചുറ്റുപാടുണ്ട്, പക്ഷേ അത് പോരാ, നമ്മൾ 4 പേരും ക്രിസ്തുവിനെ അറിഞ്ഞവരാ, നമുക്കിത് എല്ലാവരോടും പറയണം. അതിനെന്ത് ചെയ്യണം? അതിന് നമുക്ക് പരസ്യയോഗം ചെയ്യണം, അതിന് നമുക്ക് സ്ട്രീറ്റ് മിനിസ്ട്രി ചെയ്യണം, അതിന് നമുക്ക് ജയിൽ മിനിസ്ട്രി ചെയ്യണം, അതിന് നമുക്ക് ഹോസ്പിറ്റൽ മിനിസ്ട്രി ചെയ്യണം. അപ്പൊ അമ്മോശു അതൊക്കെ സാധ്യമാകൂ? നമുക്ക് ചില ദൈവദാസന്മാരുമായി പരിചയപ്പെടാം. ആദ്യം അവരോടൊപ്പം പോയി തുടങ്ങി, പിന്നെ ഞങ്ങൾ കുടുംബമായി മാത്രം പോയി തുടങ്ങി. അപ്പൊ ഞങ്ങൾ 2 പിള്ളേരെയും ഇടത്തും വലത്തും ചെയ്തുകൊണ്ടാണ് ഇവരെല്ലാ ഭവന സന്ദർശനത്തിനും പോകുന്നത്. ഇവരെല്ലാം ഒരു ഹാൻഡ് മൈക്ക് ഉണ്ട്, ഇതും പിടിച്ചോണ്ട് ഇവരെല്ലാ സ്ട്രീറ്റുകളിൽ കവലകളിൽ പോയി ദൈവത്തിന്റെ വേല വരും, ജയിലുകളിൽ പോകും, ഹോസ്പിറ്റലിൽ കുറെ പൊതിച്ചോറുവട്ടൊക്കെ പോയി അവിടുത്തെ പേഷ്യൻസിന് കൊടുത്ത് അവരോട് സുവിശേഷം പറയും. അപ്പൊ ഞാൻ ഇങ്ങനെ എപ്പോഴും വിചാരിക്കും. അപ്പൊ അച്ഛനോടത്തൊക്കെ ഞാൻ ചോദിക്കും, ഒരു ദിവസം ട്രിവാൻഡ്രത്ത് ഞങ്ങൾ ഒരു ഒഫീഷ്യൽ കാര്യത്തിനായിട്ട് പോകുമ്പോൾ, ഇതൊക്കെ വിവാഹത്തിന് മുമ്പ് നടക്കുന്ന സംഭവങ്ങളാണ് കേട്ടോ. അന്നൊക്കെ നല്ല യൗവനം, അതൊരു 19-20 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ ഒഫീഷ്യൽ കാര്യത്തിന് വേണ്ടി പോകുമ്പോൾ എന്റെ പാസ്പോർട്ടുമായി ബന്ധപ്പെട്ട് പാസ്പോർട്ട് ഓഫീസിൽ നിന്ന് തിരിച്ചിറങ്ങി വരുമ്പോൾ ട്രിവാൻഡ്രത്ത് ഒരു കോളേജ് വിട്ട് കുറെ പയ്യന്മാരും ചേച്ചിമാരൊക്കെ നിൽക്കുകയാണ്. അപ്പൊ പെട്ടെന്ന് കുറെ ട്രാക്റ്റ് പോക്കറ്റിൽ നിന്ന് എടുത്ത് അച്ഛൻ എന്റെ കൈ തന്നിട്ട് പറയാം, നീ പോയി ഈ കുഞ്ഞുങ്ങൾക്ക്, നിന്റെ പ്രായത്തിലുള്ളതേ കുറെ പിള്ളേർ നിൽക്കുന്നു, കൊണ്ടുപോയി കൊടുക്ക്. ഞാനോ? അന്നേരം പറഞ്ഞു, മോളെ, കർത്താവിന്റെ നന്മയെല്ലാം അറിഞ്ഞ് നമ്മൾ സുവിശേഷത്തെ കുറിച്ച് ലജ്ജയില്ലാത്തവരായി വളരണം. അങ്ങനെ എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് തമ്പാനൂർ ബസ് സ്റ്റാൻഡ്, അച്ഛൻ ഇപ്പുറത്ത് മാറി നിന്ന് നോക്കുക, എന്നെ കൊണ്ട് മാത്രം ഒറ്റയ്ക്ക് തമ്പാനൂർ ബസ് സ്റ്റാൻഡിലുള്ള എന്റെ പ്രായത്തിലുള്ള കുറെ പിള്ളേർക്ക് എന്നെ കൊണ്ട് ട്രാക്റ്റ് കൊടുക്കാൻ പഠിപ്പിച്ചു. അന്ന് എനിക്കത് മാനസികമായി എവിടെയോ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കി എന്നുള്ളത് സത്യം. പക്ഷെ പിന്നീട് അതെന്റെ ജീവിതത്തിനകത്ത് സുവിശേഷം പറയാനുള്ള തീക്ഷ്ണതയെ ആ പ്രായത്തിലെ കർത്താവ് അച്ഛനെ കൊണ്ട് ഞങ്ങളത് പഠിപ്പിച്ചെടുത്തു എന്നുള്ളത് ഭയങ്കര സുവിശേഷത്തോട് ഭയങ്കര വേണമെങ്കിൽ ഒരു പൊസിഷനിൽ ഒരു പോസ്റ്റ് ഇരിക്കുന്ന ആളാ ചർച്ചയിൽ മാത്രം പോയി അങ്ങനെ ഒതുക്കാം. പക്ഷെ കാരണം കർത്താവിനെ അറിഞ്ഞത് അത്രമാത്രം ദൈവം നമ്മളെ കൊണ്ടുവന്ന വിധങ്ങൾ എല്ലാ പേരും അറിയണം. ഇത് ഞാൻ എപ്പോഴും പറയും, ഇതൊരു മതപരിവർത്തനത്തിന്റെ ഒരു ഭാഗം ഒന്നുമല്ല, ഒരു മതവികാരങ്ങളെ വ്രണപ്പെടുത്താനുമല്ല. ഇത് അറിഞ്ഞ സത്യത്തെ മറ്റുള്ളവരെ കൂടെ അറിയിക്കാൻ കിടക്കുന്ന ഒരു ആഗ്രഹമാണ്. ഇത് ആരെയും ലജ്ജിപ്പിക്കാനോ നാണം കെടുത്താനോ ഉള്ള പരിപാടിയായിട്ടൊന്നുമല്ല സ്തോത്രം നമ്മൾ ഇതിനെ വിശേഷിപ്പിക്കുന്നത്. അങ്ങനെ ഞങ്ങളെ എല്ലായിടത്തും കൊണ്ടുപോകുകയും അവരെന്തൊക്കെ മിനിസ്റ്റർ ചെയ്യുന്നു അതിനകത്തൊക്കെ ഭാഗമാക്കുകയും ചെയ്യുന്നു. അപ്പം ഇന്ന് ഒത്തിരി വേദികളിൽ കർത്താവ് വിളിക്കുന്നുണ്ട്. പക്ഷെ എങ്കിലും ഇന്നും ഞാൻ പറയാം, അഭിമാനത്തോടാ പറയുന്നത്, നാട്ടിൽ ഒരു വെക്കേഷന് ലീവ് കിട്ടി നാട്ടിൽ പോയി കഴിഞ്ഞാൽ ഇന്നും ഞങ്ങൾ കുടുംബമായി. ഇന്ന് 2 പേരും കൂടെ അഡീഷണൽ ഉണ്ട്, ബ്രദറിന്റെ വൈഫും എന്റെ ഹസ്ബൻഡും. ഞങ്ങള് 6 പേരും കൂടെ ഈ ദൈവത്തിന്റെ വേലയില്, അതും പരസ്യമായി സ്ട്രീറ്റിൽ തന്നെ കഴിഞ്ഞ പ്രാവശ്യവും പോയി കവലയിൽ പോയി പ്രസംഗിച്ചു. അത് ഒരു ഭയങ്കര ഒരു സന്തോഷമാണ്, അഭിമാനമാണ്. അങ്ങനെയാണ് ഈ വിശ്വാസ ജീവിതത്തിന്റെ എല്ലാ നിലവാരത്തിലും. പിന്നെ ഒരുപാട് പാസ്റ്റർമാരുമായിട്ടുള്ള കണക്ഷൻ വന്നു, ചർച്ചകളുമായിട്ടുള്ള കണക്ഷൻ വന്നു, ഒരുപാട് പേര് സാക്ഷ്യങ്ങൾ പറയാനായിട്ട് ഞങ്ങൾ എല്ലാവരെയും കുടുംബമായി ക്ഷണിച്ചു. അങ്ങനെ കർത്താവിനെ കുറിച്ച് കൂടുതൽ അറിയാനും
പഠിക്കാനും വേദപുസ്തകം പഠിക്കാനും ഒക്കെ ദൈവം സഹായിച്ചു. അപ്പം ഞാൻ MBBS പോകാൻ തീരുമാനിച്ചു. അത് കർത്താവിന്റെ വ്യക്തമായ ആലോചന പ്രകാരമായിരുന്നു. എൻ്റെ ബ്രദർ ഡിഗ്രിക്ക്, അത് കഴിഞ്ഞ് ഗ്രാഫിക് ഡിസൈനിങ് പഠിച്ചു. അത് കഴിഞ്ഞ് എൻ്റെ വിവാഹം കഴിഞ്ഞ് അച്ഛൻ ലണ്ടനിലായിരുന്നു വിവാഹ സമയത്ത്. അത് കഴിഞ്ഞ് ജർമ്മനിലോട്ട് അച്ഛൻ മൂവ് ചെയ്തു. ഞാൻ വിവാഹം കഴിഞ്ഞ് ജർമ്മനിലോട്ട് തന്നെ വന്നു. എൻ്റെ ബ്രദർ ഗ്രാഫിക് ഡിസൈനിങ് എറണാകുളത്ത് നല്ലൊരു ജോലിയായിരുന്നു. കർത്താവ് അദ്ദേഹത്തോട് സംസാരിച്ചു, ജോലി വിടുക, എൻ്റെ വേലയ്ക്ക് വേണ്ടി പൂർണ്ണമായി ഇറങ്ങുക. അത് കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ജർമ്മനിയിൽ ഞാൻ ഇവിടെ ആയിരിക്കുമ്പോൾ എൻ്റെ ഉദ്ദേശം മിഷണറി മെഡിക്കൽ ഡോക്ടർ ആണല്ലോ. ഇവിടെ മെഡിക്കൽ ഫീൽഡ് എന്ന് പറഞ്ഞാൽ നല്ല വിശാലമായി കിടക്കുന്ന മെഡിക്കൽ ഫീൽഡാ, നല്ല സമ്പാദിക്കാൻ പറ്റുന്ന ഒരു ഫീൽഡാ. അങ്ങനെ എൻ്റെ ഉദ്ദേശം നമുക്ക് ദൈവം തരുന്ന നന്മയെന്ന് കർത്തദാസന്മാർക്കും കൊടുത്ത് ഹോസ്പിറ്റലിലെ പേഷ്യൻസിനോട് സുവിശേഷം പറഞ്ഞ് അങ്ങനെ പോകാം. അങ്ങനെ ഇവിടെയാണ് ഞാൻ ഇന്റേൺഷിപ്പ് ഒക്കെ ചെയ്തത്. ജർമ്മൻ ഭാഷ പഠിച്ചു, ഇന്റേൺഷിപ്പ് ചെയ്തു. ഇവിടുത്തെ ഹോസ്പിറ്റലിൽ തന്നെയാണ് ചെയ്തത്. ചെയ്ത ഹോസ്പിറ്റലിൽ തന്നെ ജോലിക്ക് വേണ്ടി കയറാനും പല ഹോസ്പിറ്റലിൽ ജോലിക്ക് വേണ്ടി കയറാനും ഒക്കെ കർത്താവ് സഹായിച്ചു. അത് കഴിഞ്ഞ് ഒരു 1.5 വർഷം കഴിഞ്ഞപ്പോൾ തുടർന്നുള്ള വിദ്യാഭ്യാസം എനിക്ക് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം എനിക്ക് വന്നു. അങ്ങനെ അതിനു വേണ്ടിയിട്ടുള്ള പഠനത്തിന്റെ ഇടയിലാണ് കർത്താവ് സംസാരിച്ചത്, മതി, ജോലി മാറ്റിവെക്കുക, എൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങുക. ഇതേ സമയം തന്നെ എൻ്റെ ബ്രദറിനോട് കർത്താവ് അവിടെ സംസാരിച്ചു, മതി, ജോലി വിടുക, എൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങുക. അപ്പൊ നമ്മൾ എപ്പോഴും കേട്ടിട്ടുണ്ട്, ഒരു വീട്ടിൽ ഒരാളൊക്കെ കർത്താവിന്റെ വേല, പക്ഷെ രണ്ടുപേരെയും ദൈവത്തിന് വേണമെന്ന് തോന്നിയാൽ രണ്ടുപേരെയും ദൈവം വേർതിരിക്കും, വിളിക്കും. അപ്പോ എൻ്റെ ബ്രദർ അച്ഛനോട് പറഞ്ഞു, എന്നോട് കർത്താവ് ഇങ്ങനെ സംസാരിച്ചു. അപ്പൊ അച്ഛന്റെ പ്രതികരണം എങ്ങനെയാണെന്ന് അറിയത്തില്ല. എത്രയും കഷ്ടപ്പെട്ട് പഠിപ്പിച്ചത്, പെട്ടെന്ന് ജോലി വിടുക, അതൊരു ഒരേ ഒരു ആൺകുട്ടിയല്ലേ, പെട്ടെന്ന് ജോലി വിടുക എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അച്ഛൻ അപ്പോഴത്തേക്ക് റിട്ടയർഡ് ഒക്കെ ആകാനുള്ള സമയം, എങ്ങനെയാ വീട്ടിലെ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നത്. പക്ഷെ അതൊന്നും എൻ്റെ ബ്രദറിന്റെ ചിന്ത, അച്ഛന്റെ പ്രതികരണം അങ്ങനെ ആയിരിക്കും എന്നുള്ളതാ. ഒരു കുടുംബ പ്രാർത്ഥനയുടെ നടുവിലാ അവൻ ഇത് പറയുന്നത്. പക്ഷെ എൻ്റെ അച്ഛൻ അപ്പോ തന്നെ എൻ്റെ ബ്രദറിന്റെ തലമേൽ കൈവച്ചിട്ട് പറഞ്ഞു, നീ ദൈവവേലയ്ക്കുള്ളവനാണെങ്കിൽ നീ അതിന് തന്നെ പോകുക, ഞാൻ നിന്നെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അങ്ങനെ അദ്ദേഹത്തെ ബൈബിൾ കോളേജിൽ പഠനത്തിലോട്ട് വിട്ടു. അപ്പൊ ഞാൻ ഇവിടെ അത് കഴിഞ്ഞപ്പോഴാണ്, ഞാൻ കുറച്ച് സമയം കഴിയുമ്പോൾ ഞാൻ വിളിച്ചു പറഞ്ഞു, അച്ഛാ ഞാൻ ഇനി ജോലിക്ക് പോകുന്നില്ല, കാരണം അവരെന്നെ കഷ്ടപ്പെട്ട് 5 വർഷം പഠിപ്പിച്ചതല്ലേ. അപ്പൊ അവരോട് നമ്മൾ പറയണം. ഞാൻ പറഞ്ഞു, ഞാൻ ഇനി ജോലിക്ക് പോകുന്നില്ല. അപ്പം ദൈവം എന്നോട് വ്യക്തമായി ഇത് സംസാരിക്കുമ്പോൾ എങ്ങനെ ഞാനിത്, കാരണം ഡോക്ടറാന്നൊക്കെ പറഞ്ഞാണല്ലോ നമ്മൾ വിവാഹം കഴിച്ചത്. അപ്പം ഹസ്ബൻഡിനോട് ഇത് അവതരിപ്പിക്കുന്ന അവരുടെ വീട്ടുകാരോട്, എൻ്റെ വീട്ടുകാരോട് ഇത്രയും പേരുടെ സമ്മതം ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക്. അപ്പൊ ഞാൻ ദൈവത്തോട്, കർത്താവ് ഇത്രയും രാപ്പകൽ കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് ഞാൻ ഇനി ജോലിക്ക് പോകാതെ, അതും ഒരു സഹോദരി, ഒരു പെൺകുട്ടിയായിരിക്കുന്ന എനിക്ക്, ഞാൻ ഈ മിനിസ്ട്രി എന്നൊക്കെ പറയുമ്പോൾ എന്തുവാ ഞാൻ ചെയ്യേണ്ടത്? ഒരു സഹോദരനെ പോലെയും അല്ല, അവർക്ക് പിന്നെയും കുറേയും കൂടെ കാര്യങ്ങള്. അപ്പൊ ഞാൻ എന്തു ചെയ്യണ്ടേ? അപ്പൊ കർത്താവ് പറഞ്ഞു, നിൽക്കാൻ പറ്റുമോ ഇല്ലയോ, ഈ ദേശത്തിന്റെ നടുവിൽ എനിക്ക് വേണ്ടി നിൽക്കാൻ പറ്റുമോ ഇല്ലയോ? നിന്നില്ലെങ്കിൽ വേറെ ആൾക്കാരെ തിരഞ്ഞെടുക്കുന്നതിന് കർത്താവിന് കുഴപ്പമില്ല, പക്ഷെ നഷ്ടം നമുക്ക് മാത്രമായിരിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു, ഇല്ല കർത്താവേ. അപ്പൊ കർത്താവിനെ പഠിപ്പിച്ചത് ഞാനല്ലയോ? ഡോക്ടർ എന്നുള്ള 2 അക്ഷരം പേരിന്റെ കൂടെ തന്നത് ഞാനല്ലയോ? നിൽക്കാൻ പറ്റുമോ ഇല്ലയോ? അപ്പൊ ഞാൻ പറഞ്ഞു, നിൽക്കാൻ കർത്താവേ. അങ്ങനെ ഞാൻ അച്ഛനോട് പറഞ്ഞു. അച്ഛന്റെ പ്രതികരണം എന്നെ ഒത്തിരി അത്ഭുതപ്പെടുത്തി കേട്ടോ. ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരാളെയാണ് ചോദിച്ചത്, പക്ഷെ എന്തിനും ഏതിനും, പ്രത്യേകിച്ച് ദൈവവേലയുമായി ബന്ധപ്പെട്ട് എൻ്റെ കൂടെ നിൽക്കുന്ന, എന്നെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ഒരാളാണ് അച്ഛൻ. അപ്പൊ അച്ഛൻ പറഞ്ഞു, നിന്റെ ആഗ്രഹം അങ്ങനെയാണെങ്കിൽ ഞാൻ കൂടെ നിൽക്കാം, നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്ന ഇവിടെ, കർത്താവിന്റെ ഗൈഡൻസ് അടിച്ച് മുൻപോട്ട്. അച്ഛന് വീടിന്റെ ഫ്രണ്ടില് ഡോക്ടർ എന്നൊക്കെയുള്ള ഒരു ബോർഡൊക്കെ കെട്ടിത്തൂക്കം ഭയങ്കര ആഗ്രഹമായി MBBS പഠിക്കുമ്പോൾ. എൻ്റെ അച്ഛൻ്റെ ഏറ്റവും വലിയ സ്വപ്നം ഇതാ. പക്ഷെ ഞാൻ ഈ ദൈവവേലയ്ക്ക് ഇറങ്ങുക എന്ന് പറഞ്ഞപ്പോൾ അതിലും വലിയ സന്തോഷമായിരുന്നു. അച്ഛൻ പറഞ്ഞു, നിന്നെയും ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. അങ്ങനെ ഞങ്ങൾ 2 കുഞ്ഞുങ്ങളെയും ഞങ്ങളുടെ മാതാപിതാക്കൾ തന്നെയാണ് അനുഗ്രഹിച്ച് ഈ ദൈവവേലയ്ക്കകത്തോട്ടാക്കിയത്. അപ്പോ ഇനി ഞാന് ജർമ്മനിയിലുള്ള, അപ്പൊ ഞങ്ങൾ ഈ കർത്താവിന്റെ വേലയിലാന്ന് പറയുമ്പോൾ പിന്നെയും ഒത്തിരി കാര്യങ്ങൾ ഞങ്ങളുടെ ആൾക്കാരുടെ ഭാഗത്തു നിന്ന്, പിന്നെ എൻ്റെ ഫ്രണ്ട്സ് തന്നെ ചോദിച്ചിട്ടുണ്ടോ, നിനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ, ഇത്രയും നല്ലൊരു രാജ്യത്ത് പോയി നല്ലൊരു ഡോക്ടറായി, ഇത് എല്ലാവർക്കും കിട്ടുന്ന ഒരു ഭാഗ്യം പോലുമല്ല, അതും കളഞ്ഞ് ഈ പ്രസംഗിക്കാനും പാടാനും അതും ഇതിനൊക്കെ നടക്കുന്നതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് എൻ്റെ ഫ്രണ്ട്സ് വരെ എന്നോട്, എൻ്റെ കൂടെ മെഡിസിൻ പഠിച്ച കുട്ടികൾ വരെ, അവരൊക്കെ ഇന്ന് വിവിധ രാജ്യങ്ങളിൽ ഡോക്ടർമാരായിട്ട് ഇരിക്കുകയാണ്. അപ്പോ അവരോടൊന്നും പറയാന് ഇതാണ് ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ കുറച്ച് പാടാണ്, എങ്കിലും നമ്മളെ കൊണ്ട് പറ്റുന്ന പോലൊക്കെ നമ്മൾ പറയും. അങ്ങനെ ഞങ്ങൾ എന്തുവാ ഈ ജർമ്മനിയിൽ ചെയ്യേണ്ടത്? അങ്ങനെ ഇരിക്കുകയാണ്. നമ്മുടെ ഭവനം
ദൈവവേലയ്ക്ക് വേണ്ടി തുറന്നിടാൻ കർത്താവ് പറയുന്നത്. അപ്പോൾ ഇത് ഞങ്ങൾ റെന്റിന് താമസിക്കുന്ന ഫ്ലാറ്റാ. ഇവിടെ ദൈവവേലയ്ക്ക് വേണ്ടി തുറന്നിടാൻ പറയുമ്പോഴത്തേക്ക് ദൈവമക്കളെല്ലാം വരും. 5 മലയാളികൾ കൂടിയാലും നമുക്കറിയാം കൈയടിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എന്തോരം സൗണ്ടാണ് കേൾക്കുന്നത്. അപ്പൊ അടുത്തെല്ലാം ഫ്ലാറ്റുകളാണ്. ഈ ഒരു നിലയിൽ തന്നെ ഇപ്പോൾ 6 ഫ്ലാറ്റാണുള്ളത്. നമ്മൾ ഇവിടെ നിന്ന് ഒരു ശബ്ദം പൊടിക്ക് കൂടുതൽ പോയാൽ അപ്പുറത്തെ വീട്ടിൽ കേൾക്കാൻ പറ്റും. ഇവിടൊക്കെ ഒരു കംപ്ലൈന്റ് പോലീസിൽ പോയി കഴിഞ്ഞാൽ പിന്നെ രക്ഷയില്ല. അപ്പൊ ഞങ്ങൾ കർത്താവിനോട്, കർത്താവേ നമുക്ക് കർത്താവിന് ഇല്ല, വീട് തന്നെ തുറന്നെടുക്കുക. അങ്ങനെ ഞങ്ങൾ വിശ്വാസത്തോടെ ഒരു ഞായറാഴ്ച വീട് പ്രാർത്ഥനയ്ക്ക് വേണ്ടി തുറന്നിടുകയും ഒരുപാട് ദൈവമക്കൾ ദൈവം ഇവിടെ കൂട്ടി വരുത്തുകയും പ്രാർത്ഥന ആരംഭിക്കുകയും ഉപവാസങ്ങൾ നടക്കുകയും ഇതുവരെ ഒരു കംപ്ലൈന്റ് വരാൻ കർത്താവ് സമ്മതിച്ചില്ല. ഞായറാഴ്ച ഭയങ്കര സൗണ്ടാണ്. പ്രത്യേകിച്ച് 2019 ഇവിടെ ഭയങ്കരമായി ഒരുപാട് ആൾക്കാർ കൂടി വരിക. അന്നൊക്കെയാണ് ഈ പ്രാർത്ഥന നമ്മൾ ഇവിടെ ആരംഭിക്കുന്നത്. ഒത്തിരി സൗണ്ടായിരുന്നു. അപ്പൊ ഇവിടെ ഒന്നും ഒത്തിരി ചർച്ചകൾ ഇല്ലാത്തതുകൊണ്ട് എല്ലാവരും അറിയുന്നവരെല്ലാം ഇവിടെ വരികയും ഭയങ്കര സൗണ്ട്. പക്ഷെ ഒരു സൗണ്ട് പ്രൂഫ് വെക്കുന്നത് പോലെ കർത്താവ് അത് എങ്ങനെയാണത്, ഞായറാഴ്ച ഉച്ചയ്ക്കാണ് നമ്മുടെ ആരാധന അന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്, ഇപ്പൊ രാവിലേക്ക് മാറ്റി. അത് ഭയങ്കര ഒരു അത്ഭുതമായി കർത്താവ്. അപ്പൊ കർത്താവ് പറഞ്ഞിട്ടാണ് നമ്മൾ ഒരു കർത്താവിന്റെ ഗൈഡൻസ് വേണം കേട്ടോ. ദൈവം പറഞ്ഞിട്ടാണ് ഒരു കാര്യത്തിന് കാൽച്ചുവടെടുത്ത് വെക്കുന്നതെങ്കിലുണ്ടല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞില്ല, കർത്താവ് അതിന്റെ ഉത്തരവാദിത്വം മുഴുവൻ ഏറ്റെടുക്കുന്നത്. ദൈവം ആ പ്രാർത്ഥന കൂട്ടത്തിൽ വിജയകരമായി മുൻപോട്ട് പോയി. അപ്പൊ എനിക്ക് മനസ്സിലായി, ഇപ്പൊ ജോലിക്ക് പോയില്ലെങ്കിൽ നമുക്കൊരു സന്തോഷമുണ്ട്. ഓക്കെ, കുറെ പേര് വരുന്നുണ്ടല്ലോ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്, അപ്പൊ അവരോടൊക്കെ കാണാനും മീറ്റ് ചെയ്യാനും ഒക്കെ. അങ്ങനെ ഇരിക്കുകയാണ് ഈ കോവിഡ് വരുന്നത്. അപ്പൊ എല്ലാം അടയ്ക്കേണ്ടതായിട്ട് വന്നു. അപ്പൊ ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവെ ഇനി ഞാൻ ജോലിക്ക് പൊയ്ക്കോട്ടെ, കാരണം കോവിഡ് വന്നു, എല്ലാം അടച്ചെങ്കിലും ഹോസ്പിറ്റൽ അടയ്ക്കത്തില്ലല്ലോ, നമുക്ക് നല്ലൊരു മാർഗമാണല്ലോ ഇത്. അപ്പൊ കർത്താവ് പറഞ്ഞു നോ 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 നോ. അപ്പൊ ഞാൻ വിളിച്ചു, കർത്താവ് പിന്നെ എന്താ ഞാൻ ചെയ്യേണ്ടത്? എന്നിട്ട് പറഞ്ഞു, ഇവിടെയാണ് ഞാൻ നിന്നെ. അപ്പൊ എന്നോട് ഒരുപാട് കർത്തൃദാസന്മാർ പറഞ്ഞിട്ടുണ്ട്, ദേശങ്ങളുടെ നടുവിൽ, രാജ്യങ്ങളുടെ നടുവിൽ, ഗ്രാമങ്ങളുടെ നടുവിൽ, പട്ടണങ്ങളുടെ നടുവിലൊക്കെ നിർത്തുന്നത്. ഇവിടെയാണ് ഞാൻ നിന്നെ പുറത്തെടുക്കാൻ പോകുന്നത്. എല്ലാം അടച്ചിരിക്കുന്ന സമയത്ത് എവിടെ പുറത്തെടുക്കും? അപ്പോഴാണ് നമ്മുടെ സൂം വരുന്നത്. ആ സൂമിൽ കൂടെ രാജ്യങ്ങളെ ദൈവം കണക്ട് ചെയ്യിപ്പിച്ചു, ദേശങ്ങളെ ദൈവം കണക്ട് ചെയ്യിപ്പിച്ചു. ഒത്തിരി, ഒരു ദിവസം ഇരിക്കാൻ സമയമില്ലാത്തതുപോലെ 3-4 മീറ്റിങ്ങുകൾ വീതം ദൈവം തന്നു. അങ്ങനെ ഇരിക്കെ കർത്താവ് പറഞ്ഞു, നിങ്ങൾ തന്നെ ഒരു മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുക. അന്ന് ഞങ്ങൾ ഒരു മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തു. ഇന്ന് ഏകദേശം 100-120 കുടുംബങ്ങളോളം എല്ലാ ശനിയാഴ്ച ആ സൂമിൽ കൂടി വരുന്നുണ്ട്. മെയിനായിട്ട് ഇപ്പൊ നമ്മുടെ ഇത് ശനിയാഴ്ച സൂമിലാണ്. ഞങ്ങളിപ്പോ ഒരു ചർച്ച് ബിൽഡിംഗ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ തന്നെ ഞായറാഴ്ച ഇവിടെയും ഒരു കൂട്ടായ്മ നടക്കുന്നുണ്ട്. കർത്താവ് പറഞ്ഞു, ഇതും പോരാ, നിങ്ങൾ എന്താണോ നാട്ടിൽ ചെയ്തത് അത് ഇവിടെ ചെയ്യണം. അപ്പൊ ഞാനും അച്ഛനും കൂടെ ഒഴിവ് കിട്ടുന്ന സമയത്ത്, അപ്പൊ കർത്താവിന്റെ ആ ഒരു പ്രവൃത്തി നോക്കിക്കോണം. കാരണം കോവിഡ് വന്നപ്പോൾ അച്ഛൻ്റെ ഓഫീസ് അടച്ചു. അദ്ദേഹത്തിന് അച്ഛൻ IT ഫീൽഡാണ്, എഞ്ചിനീയർ ആണ്, വർക്ക് ഫ്രം ഹോം ചെയ്താൽ മതി. ഇപ്പോഴും എല്ലാ ഓഫീസും തുറന്നിട്ടുണ്ടെങ്കിലും അച്ഛന് ഒരു ഓപ്ഷൻ ഉണ്ട്, വർക്ക് ഫ്രം ഹോം ചെയ്താൽ മതി. അങ്ങനെ അച്ഛൻ ഇപ്പോഴും വീട്ടിലിരുന്നാ ജോലി ചെയ്യുന്നത്. ഞങ്ങൾക്ക് ഒരുപാട് സമയം ഇപ്പൊ ദൈവം തരുന്നുണ്ട്. ഈ ജർമ്മനിയിൽ ഞങ്ങൾ ഇപ്പൊ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ ഈ ജർമ്മനിയുടെ തെരുവോരങ്ങളിൽ ഇറങ്ങി നടന്നു പ്രാർത്ഥിക്കുന്നതാണ് ഇപ്പൊ ഞങ്ങൾ ചെയ്യുന്ന പ്രധാന ശുശ്രൂഷ. പിന്നെ അത്യാവശ്യം ജർമ്മൻ ട്രാക്ട് ഞങ്ങളുടെ കയ്യിലിരിപ്പുണ്ട്. എനിക്ക് തന്നെ ജർമ്മൻ ഭാഷയിൽ ഒരു ട്രാക്ട് എഴുതാൻ കർത്താവ് സഹായിച്ചു. അതിന്റെ പ്രിന്റ് എടുക്കാൻ ദൈവം സഹായിച്ചു. അത് തന്നെ വിതരണം ചെയ്യാൻ ഉള്ള മുഖാന്തരങ്ങൾ ദൈവം ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. അറിയാവുന്നത് പോലൊക്കെ, ഇവരെ അത്രയും ജർമ്മൻ ഭാഷയിൽ ഫ്ലുവന്റ് ആയിട്ടില്ല ഞങ്ങള്, പക്ഷെ എങ്കിലും അറിയാവുന്നത് പോലൊക്കെ ആൾക്കാരോട് പറയാനും ഒന്നുമില്ലേലും ഒരു പ്രെയർ ഡ്രൈവ് ചെയ്യാനോ ഒരു പ്രെയർ വാക്ക് ചെയ്യാനോ ഒക്കെ കർത്താവ് സഹായിക്കും. നമുക്കൊരു വണ്ടി ദൈവം തന്നിട്ടുണ്ടല്ലോ, നമ്മൾ എത്രയോ സ്ഥലങ്ങൾ കാണാൻ പോകുന്നുണ്ട്. അതുമാത്രമല്ല, ഈ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദേശങ്ങളിൽ പോകുമ്പോൾ ആ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം, പ്രെയർ ഡ്രൈവ് ചെയ്യാം. അതൊക്കെ ഇന്ന് വിതയ്ക്കുന്നത് നാളെ കൊയ്യുമെന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ മുൻപോട്ട് പോകുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. ഞങ്ങളുടെ തലമുറകൾ 3 പേരും ഇവിടെ ജനിച്ചവരാ. ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളോട് എപ്പോഴും പറഞ്ഞുകൊള്ളു. അപ്പം എപ്പോഴും ഇവിടെ നിന്ന് ഞാൻ വീട്ടിലോട്ട് വിളിക്കുമ്പോൾ എൻ്റെ അച്ഛൻ ഞങ്ങൾക്ക് സുഖമാണോ എന്നല്ല ഇപ്പോഴും ചോദിക്കുന്നത്, നീ പ്രാർത്ഥിച്ചോ, പിള്ളേരെ ഇന്ന് രാവിലെ പ്രാർത്ഥിപ്പിച്ചോ, അതാണ് ഇപ്പോഴും എൻ്റെ അച്ഛനും അമ്മ രാവിലെ ചോദിക്കുന്നത്. അപ്പൊ ഇപ്പോഴും ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുക്കുന്ന കാര്യമുണ്ട്, മക്കളെ, ഈ രാജ്യം നമുക്ക് അടിച്ചു പൊട്ടിക്കാം, അടിച്ചു പൊളിക്കാൻ പറ്റിയ രാജ്യമാണ്. പക്ഷെ ഇവിടുത്തെ കൾച്ചർ അല്ല നിങ്ങളെ ബാധിക്കേണ്ടത്, നിങ്ങളുടെ മേലുള്ള അഭിഷേകം. അവർക്ക് പറഞ്ഞൊന്നും മനസ്സിലാവുന്ന പ്രായമായില്ല, പക്ഷെ എങ്കിലും ഞാൻ പറഞ്ഞു കൊടുക്കും, നിങ്ങളുടെ മേൽ കർത്താവ് തന്നിരിക്കുന്ന അനോയിന്റിങ് ഈ രാജ്യത്തേക്ക് നിങ്ങളുടെ പ്രായത്തിൽ ഒരുപാട് പേരെ നിങ്ങൾ നേടാൻ പഠിക്കണം. അത് ഞങ്ങളെ ആ ചെറുപ്രായത്തിൽ സുവിശേഷം പറയിപ്പിക്കാൻ കൊണ്ടുപോയതിന്റെ
ഗുണമാണെന്ന് ഞാൻ പറയത്തുള്ളൂ. ആ ഒരു റൂട്ട് ഞങ്ങളെ വളർത്തിയതിന്റെ ആണെന്ന് ഞാൻ പറയത്തുള്ളൂ. ഞാൻ ഒരു സെക്കൻഡ് എടുത്ത് ഞാൻ എല്ലാ മാതാപിതാക്കളോടും പറയാം, പിള്ളേരെ പഠിപ്പിച്ചോ, ഡോക്ടറോ എഞ്ചിനീയറോ എന്ത് വേണേലും ആക്കിക്കോ, പക്ഷേ സുവിശേഷത്തെക്കുറിച്ച് ലജ്ജയില്ലാത്തവരായി വളർത്തണം. ഈ ലോകത്ത് നമുക്ക് അത് മാത്രമേ ഉള്ളൂ അസറ്റായിരിക്കുന്നത്. ഒരാളെ നേടാൻ പറ്റുമെങ്കിൽ അത് മാത്രമേ അവിടെ കാണത്തുള്ളൂ. അത് ഞാൻ എല്ലായിടങ്ങളിലും പറയും, യൗവനക്കാരോടും പറയും, മാതാപിതാക്കളോടും പറയും. അങ്ങനെ ഞങ്ങളിപ്പോൾ മെയിനായിട്ട് കർത്താവിന്റെ വേലയിൽ ഇവിടെ ആയിരിക്കുന്നത്, ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രീറ്റ് മിനിസ്ട്രി ആണെന്ന് തന്നെ പറയാം. ഞങ്ങള് രണ്ടുപേരാണെങ്കിലും അത് ഞങ്ങള് മുടങ്ങാതെ ആഴ്ച ഒരിക്കലെങ്കിലും ചെയ്യാൻ കർത്താവ് സഹായിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ബ്രദറ് ബൈബിൾ കോളേജിൽ പഠിച്ചിറങ്ങി. അങ്ങനെ അദ്ദേഹത്തിന് കൊട്ടാരക്കരയ്ക്ക് അടുത്ത് മേലില എന്ന് പറയുന്ന ഒരു ചർച്ച് ദൈവം കൊടുത്തു. അത് കൂടാതെ തന്നെ പൊതു ശുശ്രൂഷയിലും. അപ്പം അദ്ദേഹത്തിനും ഈ കോവിഡ് സമയത്താണ് കർത്താവിന്റെ വേലയിൽ ഒത്തിരി വ്യാപൃത. ഈ കോവിഡ് സമയം കഴിഞ്ഞപ്പം ഞങ്ങൾ കഴിഞ്ഞു സൂം എല്ലാം ഒരുവിധം എല്ലാം ഇതായി, എല്ലാം ഇൻ പേഴ്സൺ മീറ്റിംഗ് ആയല്ലോ. പക്ഷെ ഈ സൂം മീറ്റിംഗിൽ കൂടെ പരിചയപ്പെട്ടവരെല്ലാം കോവിഡ് സമയം കഴിഞ്ഞപ്പോൾ നമ്മളെ നേരിട്ട് മീറ്റിങ്ങുകൾക്കകത്ത് വിളിക്കാനും ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ പോകാനും കർത്താവിന്റെ വേളയിൽ ഒത്തിരി എവിടെയാണെങ്കിലും പ്രസംഗിക്കാൻ കിട്ടുന്ന വേദി ചെറുതോ വലുതോ എന്നൊന്നും ഉള്ളതല്ല, യേശുവിന്റെ സാക്ഷിയാകാൻ പറ്റുന്ന ഞങ്ങൾ രണ്ടുപേരുടെ മിനിസ്ട്രിയെ ദൈവം അസാധാരണമായി വർദ്ധിപ്പിച്ചു. 2020 എൻ്റെ ബ്രദറിന്റെ വിവാഹം നടക്കുന്നത്. അത് ഭയങ്കര ഒരു അത്ഭുത സാക്ഷ്യമാണ്. എന്റെ വിവാഹം കഴിഞ്ഞപ്പോൾ ബ്രദറിന്റെ വിവാഹം എന്താകുമെന്ന് ഒത്തിരി പേര് നോക്കിക്കഴിഞ്ഞു. പക്ഷെ വ്യക്തമായി കർത്താവ് സംസാരിച്ചതിനനുസരിച്ച് ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട ഒരു പെൺകുട്ടി, ചെന്നൈയിലാണ് അവർ സെറ്റിൽ ആയിരിക്കുന്നത്. അവര് കർത്താവിനെ അറിഞ്ഞു. ആ ഒരു കുടുംബത്തിൽ നിന്ന് അദ്ദേഹത്തിന് ദൈവം കൊടുത്ത ദർശനം പോലെ തന്നെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പെൺകുട്ടിയെ കൊടുത്തു. 2020 അവരുടെ വിവാഹം കഴിഞ്ഞു. കഴിഞ്ഞ മാസം അവർക്ക് ദൈവം ഒരു തലമുറയെ കൊടുത്തു. അപ്പം ഈ ഒരു വിശ്വാസത്തിലാകുമ്പോൾ ശാപമാണ്, പിന്നെ ഒത്തിരി ദുർഘട സമയം ഉണ്ടാകുമെന്ന് പറഞ്ഞ സ്ഥാനത്ത് കുഞ്ഞുങ്ങൾ ഒരുപാട് പേര് പറഞ്ഞു ഉദരം അടഞ്ഞു പോകും, തലമുറ അടുത്ത ജനറേഷൻ ഉണ്ടാകത്തില്ല. അതുകൊണ്ടായിരിക്കാം എനിക്ക് ദൈവം 3 കുഞ്ഞുങ്ങളെ കർത്താവ് ദാനമായി, അധികം ഗ്യാപ്പില്ലാതെ. ഞങ്ങൾ 2 കുഞ്ഞുങ്ങളെ ആഗ്രഹിച്ചോളൂ, പക്ഷെ ദൈവം 3 കുഞ്ഞുങ്ങളെ ദൈവം ദാനമായി തന്നു. കഴിഞ്ഞ മാസം ബ്രദറിനും ഒരു കുഞ്ഞുണ്ടായി. അവര് ദൈവവേലയിൽ ഒത്തിരി വ്യാപൃതമായി അവിടെ നിൽക്കുന്നു. ഞങ്ങൾ ഇവിടെ ദൈവവേലയിൽ ഒത്തിരി വ്യാപൃതമായി ഇവിടെ നിൽക്കുന്നു. ദൈവം വലിയ കാര്യങ്ങളെ ഈ ദിവസങ്ങളിൽ ഞങ്ങളുടെ ലൈഫിനകത്ത് ചെയ്തെടുത്തുകൊണ്ടിരിക്കുന്നു. ഒത്തിരി കാര്യങ്ങൾ. ഈ സ്കൂൾ പഠിക്കുന്ന സമയത്തൊക്കെ എക്സാമുകളൊക്കെ എഴുതുമ്പോൾ അതൊക്കെ ഭയങ്കര അത്ഭുതമാണ്. ഒരു സംഭവം കൂടെ എനിക്ക് പഠിക്കുന്ന കുഞ്ഞുങ്ങളുമായി ബന്ധപ്പെട്ട് ഞാൻ എന്റെ സാക്ഷ്യത്തിൽ നിന്ന് ഒറ്റ സംഭവം കൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഈ +2 എക്സാം എഴുതുന്ന സമയത്ത് എനിക്ക് കെമിസ്ട്രി ഒത്തിരി ഡിഫിക്കൽട്ടായ സബ്ജക്റ്റാണ്. അപ്പൊ കെമിസ്ട്രിയുടെ ട്യൂഷൻ വരുന്നതൊക്കെ സൺഡേ ആരാധന മുടക്കി ഒരു പരിപാടിക്ക് എന്റെ മാതാപിതാക്കൾ വിടത്തില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, അച്ഛൻ ഞാൻ കെമിസ്ട്രിയുടെ ട്യൂഷൻ എനിക്ക് മുടക്കാൻ പറ്റില്ല, അതില്ലെങ്കിൽ ഞാൻ ജയിക്കത്തില്ല. അച്ഛൻ പറഞ്ഞു ജയിക്കണ്ട, പക്ഷെ ആരാധനയ്ക്ക് പോകണം. അങ്ങനെ ഞങ്ങളെ വലിച്ചെടുത്തോണ്ട് ആരാധനയ്ക്ക് പോകും. കെമിസ്ട്രിയുടെ ട്യൂഷൻ എല്ലാം മുടങ്ങും. അപ്പൊ ടീച്ചർ അച്ഛനോട് എപ്പോഴും കാണുമ്പോൾ പറയും, സാറേ കൊച്ചിനെ വിട്ടില്ലെങ്കിൽ കൊച്ച് ഇതായി പോകും, ആരാധനയൊക്കെ നിങ്ങൾക്ക് പിന്നെയും ആയിക്കോട്ടെ. അച്ഛൻ പറഞ്ഞു പറ്റത്തില്ല, സൺഡേ ആരാധന മുടക്കി ഒരു പരിപാടിക്കില്ല. അങ്ങനെ ഞങ്ങൾ ആരാധനയ്ക്കെല്ലാം ഞായറാഴ്ച പോയിക്കൊണ്ടിരുന്നു. കെമിസ്ട്രി എക്സാം പ്രതീക്ഷ പോലെ തന്നെ എനിക്ക് ഭയങ്കര പാടായിരുന്നു. ഞാനൊരു അരമണിക്കൂറിനുള്ളിൽ, അതായത് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടി അരമണിക്കൂറിനുള്ളിൽ ഞാൻ എക്സാം ഹാളിൽ നിന്ന് ഇറങ്ങി. കാരണം എനിക്കൊന്നും അറിയാൻ പാടില്ല, എനിക്ക് ഉള്ള ക്വസ്റ്റ്യൻ പോലും എഴുതാൻ പാടില്ല. ടെൻഷൻ കയറിയിട്ടാണോ എന്തോ കണ്ണിന് ഫുൾ ഇരുട്ടായിട്ട് ഞാൻ അവിടെ ഇരുന്ന് കരയുകയാണോ. അപ്പം നമുക്ക് പുറത്തു നിന്നുള്ള ടീച്ചേഴ്സ് ആണല്ലോ ഫൈനൽ എക്സാമിന് വരുന്നത്. അവർ ഇവിടെ നിന്ന് എന്തോ കാണിക്കും, ഒന്നും അറിയത്തില്ലെങ്കിൽ ഇറങ്ങിപ്പോ. ഞാൻ എക്സാം പേപ്പർ കൊടുത്തിട്ട് ഞാൻ തിരിച്ചിറങ്ങി വന്നു. അപ്പോ അച്ഛൻ പറഞ്ഞു എന്തോ. ഞാൻ പറഞ്ഞു, വെച്ചാൽ എനിക്ക് ബാക്കിയുള്ള എല്ലാ സബ്ജക്റ്റും നന്നായിട്ട് എഴുതി കേട്ടോ, എനിക്ക് കെമിസ്ട്രി എനിക്ക് ഭയങ്കര പാടാ. അപ്പൊ അച്ഛൻ പറഞ്ഞു വിഷമിക്കേണ്ട, നമുക്ക് പ്രാർത്ഥിക്കാം, അല്ലെങ്കിൽ പോയാൽ അടുത്ത പ്രാവശ്യം എഴുതാലോ. അപ്പൊ ഭയങ്കര എൻകറേജ് ചെയ്യും. അപ്പൊ ഞാൻ വെച്ചാൽ ശരി, അച്ഛനും അമ്മയും സപ്പോർട്ടാണല്ലോ, ശരി പോയാൽ അടുത്ത പ്രാവശ്യം എഴുതാം. പക്ഷെ എങ്കിലും ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ അങ്ങക്ക് ഹിതം ഉണ്ടെങ്കിൽ ഇത് എന്ന് വെച്ചിട്ട് പഠിക്കണ്ട എന്നുള്ള അർത്ഥമല്ല കേട്ടോ. പിള്ളേരെല്ലാം വിചാരിക്കരുത് പഠിക്കാതെ പ്രാർത്ഥിച്ചാൽ മാത്രം മതി, അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ ഏതെങ്കിലും ഒക്കെ നമ്മുടെ ബുദ്ധിക്ക് ഒതുങ്ങത്തില്ലെന്ന് കണ്ടു കഴിഞ്ഞാൽ ദൈവത്തിന് വിട്ടുകൊടുത്തേക്കുക, അതാ ഞാൻ പറയുന്നത്. ഞാൻ പ്രാർത്ഥിച്ചു, വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു. അന്ന് നമ്മുടെ വീട്ടിൽ കമ്പ്യൂട്ടറോ കാര്യങ്ങളോ ഒന്നും ഇല്ല. അപ്പൊ അച്ഛൻ കഫേയിൽ പോയി റിസൾട്ട് നോക്കുമ്പോഴത്തേക്ക് ആദ്യം നോക്കിയത് കെമിസ്ട്രിക്കാണ്. എനിക്ക് MBBS അഡ്മിഷന് എത്രയാണോ മാർക്ക് വേണ്ടത് അത്രയും മാർക്ക് കെമിസ്ട്രിക്ക് എനിക്ക് തന്നു. എനിക്ക് ഉറപ്പാണ്
ആ പേപ്പർ ഒരു മനുഷ്യന്റെ കയ്യിൽ പോയിട്ടില്ല. പോയാൽ ഇങ്ങനെ വാല്യൂ ചെയ്ത് ആ മാർക്ക് ഇടുകയില്ല. കാരണം ഒരു പേപ്പറിൽ 4-5 വാക്ക് എഴുതിയാൽ 10-60 മാർക്കോളം സയൻസിന് കെമിസ്ട്രി, ഫിസിക്സ്, ബയോളജി ഇത് മൂന്നും കൂടെ കമ്പയർ ചെയ്തിട്ടാണല്ലോ മെഡിസിനൊക്കെ അഡ്മിഷൻ കിട്ടുന്നത്. ബാക്കി എല്ലാത്തിനും നല്ല മാർക്ക് ഉണ്ട്. പക്ഷെ കെമിസ്ട്രിക്ക് എങ്ങനെ ഇത്രയും മാർക്ക് വീണം എന്നുള്ളത് ഒരൊറ്റ സംഖ്യ മാർക്കാണ് ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷെ കർത്താവ് അത് അത്ഭുതകരമായി ദൈവത്തിന് എങ്ങനെയും പ്രവർത്തിക്കാൻ പറ്റും. അതൊക്കെ എൻ്റെ ലൈഫിനകത്ത് ഒത്തിരി 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 എൻകറേജിങ് തരുന്ന സാക്ഷ്യങ്ങളാണ്. അതൊക്കെ കർത്താവ് ഒത്തിരി കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തെടുത്തു. ഇപ്പൊ ഞങ്ങൾ കുടുംബമായി നാട്ടിലിപ്പോ അച്ഛനും അമ്മയും ബ്രദറും വൈഫും അവരെല്ലാം ഒരു വീട്ടിൽ തന്നെ താമസിക്കുന്ന അവര് ദൈവവേല. അച്ഛനിപ്പോ കംപ്ലീറ്റ് റിട്ടയർഡ് ആയി കഴിഞ്ഞപ്പോൾ ഒത്തിരി സമയം കിട്ടുന്നുണ്ട്. അച്ഛനിപ്പോ കംപ്ലീറ്റ്ലി ദൈവവേലയാ, ബ്രദറും കുടുംബമായി കംപ്ലീറ്റ്ലി ദൈവവേലയാ, അമ്മയും അങ്ങനെ തന്നെയാ. ഞങ്ങളും ഇവിടെ കുടുംബമായി ജോലിയോടൊപ്പം ആണെങ്കിലും ദൈവവേലയിലായിരിക്കുന്നു. അങ്ങനെ ജീവിതം കർത്താവ് മുൻപോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്നു. കർത്താവിന്റെ ദാസി ഡോക്ടർ അനൂ കന്നത്തിന്റെ അനുഗ്രഹീതമായ ഒരു ജീവിതത്തിലെ നല്ല ഓർമ്മകൾ, നല്ല സാക്ഷ്യം ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു വ്യക്തിയെ ലോകത്തിന് വേണമെങ്കിൽ ലോകത്തിൻ്റെതായ വിദ്യാഭ്യാസവും അതിൻ്റെ ട്രെയിനിങ്ങുകളും അതിൻ്റെ നല്ല ക്വാളിഫിക്കേഷൻസും സർട്ടിഫിക്കറ്റും ഒക്കെ ആവശ്യമാണ്. ആ ഒരു വ്യക്തിക്ക് അതിൻ്റെതായ നിലയിൽ വളർന്നു വരുവാനുള്ള എല്ലാ അവസരങ്ങളും ഉണ്ടാകുമ്പോൾ ഒരു വ്യക്തിയെ ദൈവത്തിന് വേണമെങ്കിൽ, ദൈവരാജ്യത്തിന് വേണമെങ്കിൽ ദൈവം ആ വ്യക്തിയുടെ ക്വാളിഫിക്കേഷൻസോ ആ വ്യക്തിയുടെ ക്വാളിറ്റിയോ പാരമ്പര്യമോ ഒന്നും ദൈവം കണക്കിലെടുക്കുന്നില്ല. പകരം ആ വ്യക്തിയുടെ ഡെഡിക്കേഷനാണ്, ആ വ്യക്തിയുടെ സമർപ്പണമാണ്. കർത്താവ് വിളിക്കുമ്പോൾ അത് കേൾക്കുവാൻ, കർത്താവ് സംസാരിക്കുമ്പോൾ അത് ശ്രദ്ധിക്കുവാൻ, കർത്താവ് ഇടപെടുമ്പോൾ കർത്താവിനോട് പ്രതികരിക്കുവാൻ തയ്യാറാകുമെങ്കിൽ ആ വ്യക്തിയെ കർത്താവിന് വേണ്ടി കർത്താവ് വിളിച്ചു പോകാതിരിക്കും. ഞാൻ ഓർക്കുകയായിരുന്നു, ആ വീട് പണി നടക്കുന്ന സന്ദർഭത്തില് ഉണ്ടായ ആ പല സാഹചര്യങ്ങൾ ആ വീട്ടിൽ വളരെ വേദന ഉളവാക്കുന്നതായിരുന്നു, വളരെ വേദന ഉളവാക്കുന്നത്. സമീപ ഭവനത്തില് ഒരു പ്രാർത്ഥന നടക്കുകയാണ്. വാത്സല്യ മാതാവ് ആരുമറിയാതെ ഇറങ്ങി ഓടി വാഴയുടെ ചുവട്ടിൽ ചെന്ന് നിന്ന് ആ പാട്ട് കേൾക്കുകയാണ്. പാട്ട് ഇങ്ങനെയായിരുന്നു: കരുതുന്നവൻ ഞാനല്ലയോ, കലങ്ങുന്നത് എന്തിന് നീ. കണ്ണുനീരിന്റെ താഴ്വരയില് കൂടെയിരിക്കുന്ന, കരം പിടിച്ച് നടത്തുന്ന ഒരു കർത്താവ് കൂടെയുണ്ട് എന്നുള്ളതായ ആ പാട്ടിന്റെ ആ ഒരു വരികൾ കേട്ടപ്പോൾ ആ പാട്ടിലൂടെ ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുക, ആ പാട്ടിലൂടെ ദൈവം ഇടപെടുകയാണ്. ഒരു വ്യക്തിയെ ദൈവത്തിന് വേണമെങ്കിൽ ദൈവം ആ വ്യക്തിയോട് സംസാരിക്കുന്നത് പല മീഡിയകളിലൂടെ, പല മാധ്യമങ്ങളിലൂടെ, പല സാഹചര്യങ്ങളിലൂടെയാണ്. സ്തോത്രം. ഒരു നല്ലൊരു ക്വാളിഫിക്കേഷൻ, നല്ലൊരു സർട്ടിഫിക്കറ്റ്, നല്ലൊരു ഡിഗ്രി ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിലേക്ക്, നമ്മുടെ ഓഫീസിലേക്ക് നമ്മൾ പലരെയും ഇൻട്രൊഡ്യൂസ് ചെയ്യാറുണ്ട്, അല്ലെ അപ്പോയിൻമെന്റ് ചെയ്യാറുണ്ട്. പക്ഷെ കർത്താവ് വ്യക്തിയുടെ ക്വാളിഫിക്കേഷൻ തിരഞ്ഞെടുക്കും. വാഴയുടെ ചുവട്ടിലും അത്തിയുടെ ചുവട്ടിലും അത്തിയുടെ മുകളിലും, ആമേൻ, സ്തോത്രം, മരുഭൂമിയിലും ദൈവത്തിന് വേണ്ടുന്ന വ്യക്തികളെ ദൈവത്തിന് വേണ്ടി ദൈവം വിളിച്ചു വേർതിരിക്കുന്നത് ഇങ്ങനെയുള്ള ചില പ്രത്യേക സന്ദർഭങ്ങളിലാണ്. ഞാൻ ഓർക്കുകയായിരുന്നു, കർത്താവിന്റെ ദാസി ഡോക്ടർ അനൂ കന്നത്ത്, തൻ്റെ മാതാപിതാക്കന്മാർ അവരൊത്തിരി വില കൊടുത്തവരാ, അവരൊത്തിരി കഷ്ടപ്പെട്ടു. ഇന്ന് കർത്താവിന് വേണ്ടി ആ കുടുംബം ആ ദേശത്ത് നല്ല സാക്ഷ്യം വഹിക്കുന്നു എന്നറിഞ്ഞതിൽ ഒത്തിരി സന്തോഷം. ആ പ്രിയപ്പെട്ടവരുടെ മക്കൾ രണ്ടുപേരും കർത്താവിന്റെ വേലയിൽ അവർ കുടുംബമായിട്ട് വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നറിയുവാനിടയായി തീർന്നതിലും ഒത്തിരി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ ശ്രവിക്കുന്ന മാന്യപ്രേക്ഷകരെ, ഒരു പക്ഷെങ്കിൽ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവാം, ഇങ്ങനൊക്കെ സംഭവിക്കുമോ, ഇതൊക്കെ ശരിയാണോ, ഇതൊക്കെ സംഭവിക്കുമോ? അതേ സഹോദര, അതേ സഹോദരി, താങ്കളോട് എത്ര പ്രാവശ്യം വാഴച്ചുവട്ടിൽ വെച്ച് ദൈവാത്മാവ് സംസാരിച്ചിട്ടുണ്ട്, അല്ലേ?
തുണി അലക്കൊണ്ട് നിൽക്കുമ്പോൾ, പാചകം ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ, ഓഫീസിൽ നിൽക്കുമ്പോൾ, യാത്ര ചെയ്യുമ്പോൾ, രോഗക്കിടക്കയിലായിരുന്നപ്പോൾ, സാമ്പത്തികമായി ബുദ്ധിമുട്ട് വന്നപ്പോൾ, ജീവിതത്തിൽ നല്ല ഉയർച്ചകൾ വന്നു, എത്രയോ പ്രാവശ്യം നിങ്ങളോട് ദൈവം ഇടപെട്ടിട്ടുണ്ട്. പക്ഷേ അതൊന്നും ഒരു തോന്നലാണെന്ന് വിചാരിച്ചതിനൊക്കെ തട്ടിക്കളഞ്ഞു. അതുകൊണ്ടാണ് ഇന്നും സ്ഥിതിക്ക് മാറ്റമില്ലാതെ തുടരുന്നത്. ഞാൻ പറയട്ടെ സഹോദര, സഹോദരി, മാതാവേ, പിതാവേ, യുവാവേ, യുവതി, താങ്കൾക്കും ഈ യേശുവിന് വേണ്ടിയിട്ട് പ്രയോജനപ്പെടുവാൻ തക്കവണ്ണം കഴിയും. നിങ്ങളെയും ആവശ്യമാണ്, ദൈവത്തിന് നിങ്ങളെയും ആവശ്യമാണ്. ഒരു നിമിഷം, ഒരു വാക്കിലൂടെ, ഒരു വിളിയിലൂടെ, ഒരു സാമീപ്യത്തിലൂടെ ജീവിതം മാറി മറിയുവാനിടയായിത്തീരും. കർത്താവിന്റെ ദാസൻ ഡോക്ടർ അനൂപ് കന്നത്ത് ജർമ്മനിയിൽ സുദീർഘമായ നല്ല സേവനം ചെയ്തുകൊണ്ടിരുന്ന ചില നാളുകളെ കുറിച്ച് താൻ പറയുകയുണ്ടായി. ഇഷ്ടംപോലെ പണം ഉണ്ടാക്കാം, ലോകപ്രകാരം ഏറ്റവും നല്ല മെച്ചപ്പെട്ട ജീവിത നിലവാരമൊക്കെ അവർക്ക് ലഭിക്കാമാകുന്ന സാഹചര്യത്തിൽ നിന്ന് അതിനേക്കാൾ ശ്രേഷ്ഠമായ ഒന്ന് ദൈവശബ്ദം കേട്ടപ്പോൾ കർത്താവിനോടുകൂടെ നിൽക്കുന്നതാണ്. മോളെ, നിന്റെ പേരിന്റെ അറ്റത്ത് ഡോക്ടർ എന്നുള്ള വാക്ക് തന്നത് ഞാനല്ലേ, പഠിപ്പിച്ചത് ഞാനല്ലേ, ഞാനല്ലേ നിന്നെ തിരഞ്ഞെടുത്തത്. അതേ സഹോദര, സഹോദരി, നമ്മുടെയൊക്കെ പേരിന്റെ അറ്റത്ത് പല അക്ഷരങ്ങൾ കൂട്ടിച്ചേർത്ത് തന്നത് ദൈവം തമ്പുരാനല്ലേ. ഇന്നായിരിക്കുന്ന എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും ദൈവം തമ്പുരാൻ തന്നതല്ലേ. ഈ ആയുസ് തീരുന്നതിന് മുൻപ് അല്പനാളെങ്കിലും കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ഒരുപക്ഷങ്ങൾ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ അതിനുവേണ്ടി നിങ്ങൾ തയ്യാറാകും. അതല്ല എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ നിലയിൽ കൂടി കർത്താവിനെ സാക്ഷീകരിക്കുവാൻ, ഒരുപക്ഷെ നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തില്, ഹോസ്പിറ്റല്, ഓഫീസില്, നിങ്ങൾ യാത്ര ചെയ്യുന്ന വാഹനത്തിലൊക്കെ ഈ യേശുവിനെ കുറിച്ച് നിങ്ങൾക്ക് സാക്ഷ്യം പറയാം. ഞങ്ങൾ പറയുന്നില്ല നിങ്ങളുടെ ജോലി വിടണം, നിങ്ങളുടെ സ്ഥാപനം വിടണം, ബിസിനസ് വിടണമെന്ന് ഞങ്ങൾ പറയുന്നില്ല. പക്ഷെങ്കിൽ നിങ്ങൾക്കായിരിക്കുന്നിടത്ത് നിങ്ങൾ അനുഭവിക്കുന്ന ദൈവിക സന്തോഷം നിങ്ങൾക്ക് വെളിപ്പെടുത്തുവാനുള്ള നല്ല അവസരങ്ങൾ നിങ്ങൾ നഷ്ടപ്പെടുത്തരുതേ എന്നുകൂടി ഞങ്ങൾ നിങ്ങളോട് പറയുക. നമ്മുടെ ഈ ആയുസ് വേഗത്തിൽ തീർന്നുകൊണ്ടിരിക്കുന്നു. നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ സ്വർഗാരോഹണം ചെയ്ത കർത്താവായ യേശു ക്രിസ്തു തന്റെ ഭക്തന്മാരെ, തന്റെ മക്കളെ, തന്നിൽ വിശ്വസിക്കുന്ന തന്റെ ജനത്തെ ചേർക്കുവാൻ വേണ്ടി വേഗത്തിൽ മേഘത്തിൽ മടങ്ങി വരുമ്പോൾ ഞാനും നിങ്ങളും കർത്താവിനോട് കാണണം എന്നുള്ളതായ ആ നല്ല ആഗ്രഹമുള്ളത് കൊണ്ട് പറഞ്ഞു പോയെന്നേ ഉള്ളൂ കേട്ടോ, ക്ഷമിക്കണേ. സ്തോത്രം. കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. തീർച്ചയായിട്ടും ഈ സന്ദേശം, ഈ സാക്ഷ്യം നിങ്ങൾക്കൊരു അനുഗ്രഹമായി തീരും എന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. നാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിന്റെ ദാസി ഡോക്ടർ അനൂപ് കന്നത്ത് അരോമ ടിവിയിലെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു നിമിഷം നമ്മെ പ്രാർത്ഥന സഹായിക്കും. പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, സ്വർഗീയ നല്ല കർത്താവെ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞങ്ങൾ ഒരിക്കൽ കൂടി അങ്ങേക്ക് നന്ദി പറയുന്നു. പ്രത്യേകാല അരോമ ടിവിയിലൂടെ ഞങ്ങളെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളെയും ഞങ്ങൾക്ക് ഉറപ്പുണ്ട് അപ്പ, ഞങ്ങളെ തിരഞ്ഞെടുത്തതുപോലെ തന്നെ അങ്ങ് അവരെയും തിരഞ്ഞെടുത്തിട്ടുണ്ട്. അങ്ങ് അവരെയും കണ്ടിട്ടുണ്ട്. അവരുടെ ജീവിതം ഏത് സാഹചര്യത്തിൽ കൂടെ കടന്നു പോകുന്നെങ്കിലും കർത്താവിന് അവരെ തൊടാൻ പറ്റും. ആകാശത്തിന് കീഴെ ഭൂമിയിൽ രക്ഷിക്കപ്പെടാൻ പറ്റിയ ഏക ദൈവം, അത് ദൈവത്തിന്റെ നാമം മാത്രമാണ്. എന്റെ യേശുവിന്റെ നാമം മാത്രമാണ്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരുടെയും ജീവിതത്തിനകത്ത് അങ്ങത് പ്രൂവ് ചെയ്തെടുക്കണം, അങ്ങത് തെളിയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നത് കർത്താവേ. രോഗികളായി ഭാരപ്പെടുന്നവരോ, തലമുറകളെ ഓർത്ത് ഭാരപ്പെടുന്നവരോ, ഭാവിയെ ഓർത്ത് ഭാരപ്പെടുന്നവരോ, ജീവിതത്തിന്റെ ഏതെങ്കിലും മേഖലകൾക്കകത്ത് നൈരാശ്യങ്ങളോടായിരിക്കുന്നവരോ, ഏത് അവസ്ഥയിലാണെങ്കിലും എന്റെ യേശുവിന് അവരെ തൊടാൻ പറ്റും. എന്റെ കർത്താവിന് അവരെ സ്പർശിക്കാൻ പറ്റും. എന്റെ യേശു ജീവിക്കുന്ന ദൈവമാണ്. എന്റെ യേശു കരുതുന്ന ദൈവമാണ് കർത്താവേ. ഹല്ലേലൂയ, സ്തോത്രം. ഓരോ വ്യക്തി ജീവിതങ്ങളെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഹൃദയം തുറന്നവരെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ, സ്തോത്രം. പ്രത്യേകിച്ച് കർത്താവ് ഈ ഭൂമിയിൽ സ്തോത്ര, ഹല്ലേലൂയ, സ്തോത്രം, എല്ലാ രാജ്യങ്ങളിലും, എല്ലാ ദേശങ്ങളിലും, എല്ലാ പട്ടണങ്ങൾക്കകത്തും കർത്താവിന്റെ സുവിശേഷം എത്തത്തക്ക നിലവാരത്തിനകത്ത് ഓരോ വ്യക്തികളെ അങ്ങ് എഴുന്നേൽപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. എല്ലാ പേരെയും ഒരിക്കൽ കൂടി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന അങ്ങയുടെ ദാസനും ഈ മിനിസ്ട്രിയും ദൈവം അതിന്റെ വിശാലതയിലേക്ക് നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിലൂടെ കേൾക്കുന്ന
കേൾക്കുന്ന ഒത്തിരി സാക്ഷ്യങ്ങൾ മറ്റ് സാക്ഷികളെ ഉളവാക്കട്ടെ കർത്താവേ. സ്തോത്രം. അങ്ങയുടെ രാജ്യം വലുതാകട്ടെ, അങ്ങയുടെ നാമം പ്രസിദ്ധമാകട്ടെ. എല്ലാം അങ്ങയുടെ കരച്ചനകത്ത് താഴ്ത്തി സമർപ്പിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ, ആമേൻ, ആമേൻ. വളരെ നന്ദി കർത്താവിന്റെ ദാസി ഡോക്ടർ അനു കെന്നത്ത്. അനുഗ്രഹിക്കപ്പെട്ട ജീവിതത്തിലെ നല്ല അനുഭവങ്ങൾ, ഓർമ്മകൾ, സാക്ഷ്യം അരോമ ടിവിയിലെ പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുവാൻ സമയം വേർതിരിച്ചതിന് കർത്താവിന്റെ ദാസിയുടേതായ നന്ദി, സ്നേഹം അറിയിക്കുന്നു. ദൈവമായ കർത്താവ് ധാരാളം അനുഗ്രഹിക്കുമാറായിട്ട്, കുടുംബമായി ദൈവം മാനിക്കട്ടെ, ശക്തമായ ദൈവരാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ദൈവം ഉപയോഗിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളെ ശ്രവിച്ചുകൊണ്ടിരുന്ന മാന്യ പ്രേക്ഷകരുടേതായ നന്ദി, സ്നേഹം അറിയിക്കുന്നു. നിങ്ങൾക്ക് ഈ സാക്ഷ്യം അനുഗ്രഹമായി തീർന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക്, പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കൂ. അവരും കേൾക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. അതിലൂടെ ദൈവനാമം മഹിമപ്പെടുവാൻ കൂടി ആയിത്തീരും. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ്. സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ഞങ്ങളുമായി ബന്ധപ്പെടുക, ഞങ്ങളെ മെസ്സേജ് അയയ്ക്കുക. ഞങ്ങൾ നിങ്ങളുടെ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. അടുത്ത അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു സാക്ഷ്യവുമായി വീണ്ടും കാണുമ്പോഴേ എല്ലാവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com